ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ സരസ്വത്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോന്വയാത് ഇതരതഃ ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. കളകണ്ഠസുതേ ദേവി കളമേഘസമപ്രഭേ കാലദോഷഹരേ നിൻ തൃക്കാലതിൽ ചേർക്കമേ മനം. അമരീകബരീ ഭാരഭ്രമരീ മുഖരീകൃതം ദൂരീകരോതു ദുരിതം ഗൗരീചരണപങ്കജം. ആപദി കിം കരണീയം സ്മരണീയം ചരണയുഗളമംബായാഃ. തൽസ്മരണം കിം കുരുതേ ബ്രഹ്മാദീനപി ച കിങ്കരീ കുരുതേ. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ബ്രഹ്മാനന്ദരസംയസ്യ വാണീ വർഷത്യഭീക്ഷ്ണശഃ വന്ദേ പരമഹംസം തം ഭൂമാനന്ദാഖ്യ സദ്ഗുരും. സദ്ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ പവിത്രമായ ഈ വേദി അലങ്കരിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ സുപ്രസിദ്ധനായ ഭാഗവതാചാര്യൻ, സംസ്കൃത പണ്ഡിതൻ, സർവോപരി ഈ ജ്ഞാനദാന കലയില് അതിനിപുണൻ ആയിട്ടുള്ള ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ എന്ന മഹാത്മാവാണ്. അദ്ദേഹം ഇന്നലെ രാത്രി അറിയിക്കുകയാണുണ്ടായി ഞങ്ങളെ സംഘാടകരെ. അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം പെട്ടെന്ന് ഉണ്ടായത്. ആകസ്മികമായും അനിവാര്യമായും അപരിഹാര്യമായും ഉണ്ടായൊരു ഹേതു. ഒന്നും മറിച്ച് പറയാൻ പറ്റിയില്ല. പരിഭവിക്കാൻ പോലുള്ള ശക്തി ഞങ്ങൾക്ക് ഇല്ലാത്ത രീതിയിൽ ബോധ്യപ്പെടുത്താണ് ചെയ്തത്. പെട്ടെന്ന് 11-ാം മണിക്കൂറിന് ആരെയും കിട്ടില്ല. പകരക്കാരനായിട്ട് എല്ലാവരും കൂടിയും എന്നെ ഈ വേഷം കെട്ടിക്കാൻ തീരുമാനിക്കുക ചെയ്തത്. ഞാനും വിചാരിച്ചു, ഏതായാലും ഭഗവാൻ കുറെ അത്ഭുത ലീലകളൊക്കെ ആടണുണ്ടല്ലോ, എന്നെ വേഷം കെട്ടിച്ചൊരു ലീല അദ്ദേഹം ആടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അല്ലാണ്ട് ഒരു തയ്യാറെടുപ്പൊന്നുമില്ല, എന്തൊക്കെ പറയാമെന്ന് വിചാരിച്ച് തന്നെ വന്നേ. ഒരു മുൻകൂർ ജാമ്യം ഞാൻ ആദ്യം എടുക്കണം. ശ്രീമദ് ഭാഗവതത്തിലെ നമുക്ക് വേദവ്യാസ ഭഗവാൻ തരുന്ന ഒരു അമൃത് ആധ്യാത്മികതയുടെ ഉത്തുംഗമായ സന്ദേശങ്ങളാണ്. അദ്ദേഹം വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, ഇതിലെല്ലാം ഉള്ള കാര്യം തന്നെ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്ത് ചെയ്തു? ശൈലിയൊക്കെ ഒന്ന് മാറ്റി, അത്രയേ ഉള്ളൂ. ഏതുപോലെ വേദത്തിലൊക്കെ പറഞ്ഞു, ആദേശങ്ങളായിട്ട് പറഞ്ഞു. സത്യം വദ എന്ന് പറഞ്ഞു, സത്യം മാത്രമേ പറയാവൂ. ധർമ്മം ചര എന്ന് പറഞ്ഞു, ധർമ്മം മാത്രമേ പറയാവൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഒരു ചവിട്ടി കൂടെ കേട്ടു ആൾക്കാർ, മറ്റേ ചവിട്ടി കൂടെ കളഞ്ഞു.
അതൊന്നും ഉള്ളിലേക്ക് കയറിയില്ല. അതെങ്ങനെ അറിഞ്ഞേ? ജീവിതത്തിൽ അതൊന്നും പ്രതിഫലിച്ച് കണ്ടില്ല. അത് തന്നെ. എന്തായിരുന്നു ലക്ഷ്യം? എല്ലാവരുടെ ജീവിതത്തിലും ഈ സന്ദേശങ്ങൾ വന്നിട്ട് അവരൊക്കെ നല്ല മനുഷ്യരായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നതായിട്ട് കാണണമെന്നായിരുന്നു ഋഷിയുടെ സങ്കല്പം. അത് നടന്നില്ല. അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് നാരദർ വന്നിട്ട് വേദവ്യാസരോട് പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഈ മനുഷ്യർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, അങ്ങ് സത്യം വധ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് സത്യം മാത്രം അനുഷ്ഠിച്ച് ജീവിച്ച ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു സത്യവ്രതനായിട്ടുള്ള ഒരാളുടെ കഥ പറയും. ആ കഥകളിൽ കൂടെ ഈ സന്ദേശം വരുമ്പോൾ അതിന് ഒരു മനുഷ്യഗന്ധമൊക്കെ ഉണ്ടാവും, കുറച്ചും കൂടി ഹൃദയസ്പർശിയാവും. അപ്പോൾ അത് ജനങ്ങൾ ഗ്രഹിക്കും. എനിക്കും അതുപോലെയൊക്കെ ആവണം എന്ന് തോന്നും. മാത്രമല്ല, ആ സത്യസന്ധന് തൻ്റെ ആ സത്യവ്രതത്തിലുള്ള ജീവിതം കൊണ്ട് ഉണ്ടായ സാഫല്യം മനസ്സിലാക്കുമ്പോൾ എനിക്കും അതുപോലെ ഉള്ള സാഫല്യം നേടണം എന്നുള്ള ഒരു മാതൃകയും ഒരു പ്രചോദനവും ഒരു പ്രോത്സാഹനവും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ശ്രീമദ് ഭാഗവതം എഴുതാൻ ഇടവന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭാഗവതത്തിലെ ഹൃദയസ്പർശിയായ മനുഷ്യഗന്ധിയായിട്ടുള്ള കഥാരൂപത്തിലുള്ള ഉപനിഷത്ത് സന്ദേശങ്ങളാണ്. അത് അതിമനോഹരമായിട്ടും സഫലമായിട്ടാണ് വ്യാസഭഗവാൻ ചെയ്തിട്ടുള്ളത്. ശ്രീമദ് ഭാഗവതത്തിനെ ഉപാസിക്കുന്നവർക്കറിയാം, അത് എത്ര വായിച്ചാലും പുതിയ 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 കാഴ്ചകൾ അതിലിങ്ങനെ കാണാം. നമ്മളൊരു സ്ഥലത്തേക്ക് പിക്നിക്ക് പോകുമ്പോൾ അവിടുത്തെ കാഴ്ച കാണാനാണല്ലോ പോണത്. ഒരു പ്രാവശ്യം പോയി രണ്ടാമത്തെ പ്രാവശ്യം പോകാൻ അത്ര ഉത്സാഹം ഉണ്ടാവില്ല. എന്താ കാരണം? അതൊക്കെ കണ്ടതല്ലേ. ഇനിയിപ്പോൾ എന്താപ്പോ? പക്ഷെ ഭാഗവതം അങ്ങനെയല്ല. എത്ര കണ്ടാലും പുതിയത് കാണാനുണ്ടാവും. അങ്ങനെ ഒരു നിത്യനൂതനമായ ഒരു 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 മാന്ത്രിക ശക്തിയാണ് ഈ ഭാഗവതത്തിനുള്ളത്. വേദവ്യാസ ഭഗവാന്റെ ആ രചനാവൈഭവം എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല. ഇതില് ഭാഗവതത്തിൽ തന്നെ അവസാന ഭാഗത്ത് പറയുന്നു, എന്തിനാണ് ഭാഗവതം, എന്താണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. അത് വളരെ ചുരുക്കി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: തത്ര ജ്ഞാന വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്മ്യം ആവിഷ്കൃതം എന്നാണ് പറഞ്ഞത്. 3 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഭക്തിയുണ്ട്, ജ്ഞാനമുണ്ട്, വൈരാഗ്യമുണ്ട്. ഈ 3 കാര്യങ്ങളുടെ സന്ദേശങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഉൾക്കൊള്ളുന്നത് എന്നല്ല പറഞ്ഞത്, ആവിഷ്കൃതം എന്നാ പറഞ്ഞേ. ഈ 3 നമ്മൾ സ്വായത്തമാക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന പുരുഷാർത്ഥങ്ങളിലെ 4മത്തേതായിട്ടുള്ള മോക്ഷം, അതാണ് നൈഷ്കർമ്മ്യം. ആ നൈഷ്കർമ്മ്യത്തിലേക്ക് എത്തും എന്ന് ഉറപ്പ് തരിക ചെയ്യണം. ആവിഷ്കൃതം എന്ന് പറഞ്ഞുകൊണ്ട്, ദാറ്റ് ഈസ് ബീയിങ് ഇല്ലസ്ട്രേറ്റഡ്, ഡിമോൺസ്ട്രേറ്റഡ് എന്നാ പറഞ്ഞു. അല്ലാണ്ട് വെറുതെ എക്സ്പ്ലെയിൻഡ് എന്നല്ല പറഞ്ഞു. എന്താ അതിന് സാക്ഷി? പരീക്ഷി സാക്ഷി യശ്രവണഗത മുക്തി ഉക്തി കഥനെ എന്ന് പറഞ്ഞു. ആ മുക്തിയുടെ ഉക്തി കഥനത്തിൽ കൂടെ ചെവിട്ടിക്കൂടെ കേട്ടേ ഉള്ളൂ പരീക്ഷിത്ത്. അത് ഹൃദയത്തിൽ ഇറങ്ങി അദ്ദേഹത്തിന് മോക്ഷം കിട്ടുകയും ചെയ്തു. അതുപോലെ ഈ ഭാഗവതത്തിനെ ഉപാസിച്ചാൽ നമുക്കും ഈ 3 ഭാവങ്ങൾ സമ്പുഷ്ടമായിട്ട് ജനിപ്പിക്കാനും അതുവഴി സ്വാഭാവികമായിട്ടുള്ള ഒരു മോക്ഷാവസ്ഥയിലേക്ക് എത്താനും സാധിക്കും എന്ന് ഋഷി ഉറപ്പ് തരിക ചെയ്യുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്തു? ഇതിൽ കുറേ ഉപാഖ്യാനങ്ങൾ വെച്ചു. ഈ ഉപാഖ്യാനങ്ങളിൽ കൂടെ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ എന്താണെന്ന് പ്രദർശിപ്പിച്ച് തരികയാണ് ചെയ്യുന്നത്. അതിൽ പല ഉപാഖ്യാനങ്ങൾ എടുത്താലും നമുക്ക് മനസ്സിലാവും. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതാണ് കുചേലവൃത്തം, കുചേലോപാഖ്യാനം, പൃഥുകോപാഖ്യാനം. അത് ഭക്തിയാണ് എടുത്തു കാണിക്കുന്നത്. അതേപോലെ അതിലെ
ഏകാദശ സ്കന്ധത്തിലെ ഒരു പ്രധാന ഭാഗമാണ് ഭിക്ഷുഗീത. ഭിക്ഷുഗീതയിൽ നമ്മൾ പഠിക്കണത് വൈരാഗ്യമാണ്. ആ ഭിക്ഷുവിന് എങ്ങനെ വൈരാഗ്യം ഉണ്ടായിരുന്നു, ആ വൈരാഗ്യം ഉണ്ടായപ്പോൾ ആ ഭിക്ഷുവിന് എന്താണ് അതുകൊണ്ട് ഒരു മെച്ചം കിട്ടിയതെന്നും ഉള്ള കാര്യങ്ങളാണ് അതിൽ കൂടെ പറയണത്. അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ ഭാഗങ്ങൾ ഏകാദശ സ്കന്ധത്തിൽ ഉടനീളം കാണാം. അപ്പോൾ എല്ലാ ഉപാഖ്യാനത്തിനും ഓരോരോ വ്യത്യസ്തതകളാണ്. എന്നാൽ ഭാഗവതം ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഈ മൂന്നും ചേർന്നിട്ടുള്ള ഏക ഉപാഖ്യാനം ഭാഗവതത്തിലുള്ളതാണ് ചിത്രകേതു ഉപാഖ്യാനം. ചിത്രകേതു ഉപാഖ്യാനത്തിൻ്റെ എന്താണ് പ്രത്യേകത എന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ പറയാനുള്ളത് ഇതാണ്: ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും മൂന്ന് സന്ദേശങ്ങളും അടങ്ങിയിട്ടുള്ള ഏക ഉപാഖ്യാനം. ധൈര്യത്തിൽ പറഞ്ഞോളൂ, ആര് ചോദിച്ചാലും. ഞാനിത് പറയുന്ന അവസരത്തിൽ അതാത് സന്ദർഭത്തിൽ ഞാനത് തെളിയിച്ചു തരാം. അങ്ങനെയാണ് ഈ ചിത്രകേതു ഉപാഖ്യാനം എന്നുള്ള ഉപാഖ്യാനം. ഇനി ആ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ അതിനൊരു പശ്ചാത്തലമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, വ്യാസഭഗവാൻ കഥയെ കൂടി കാര്യം പറയാൻ മിടുക്കനാണെന്ന് പറഞ്ഞു. അപ്പം ആ കഥയ്ക്ക് ഒരു പാരസ്പര്യം, ഒരു തുടർച്ച, ഒരു അനുസ്യൂതി കിട്ടാൻ വേണ്ടിയിട്ട് ബന്ധിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ആഖ്യാന ശൈലിയുണ്ട് അദ്ദേഹത്തിന്. അതിൽ പറയുന്നത് പ്രധാനമായിട്ട് ഒരു പശ്ചാത്തലം ആദ്യം ഉണ്ടാക്കും. ആ പശ്ചാത്തലത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നെ പറയുക. അതേപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കും, അതിൻ്റെ ഉത്തരങ്ങളായിട്ടാണ് പറയുക. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കത് അതിൽ കൂടെ സഞ്ചരിക്കാൻ കുറച്ചും കൂടി ഒരു ആനന്ദം ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത്. അപ്പം ഇവിടെ 6ാമത്തെ സ്കന്ധത്തിൽ വൃത്രാസുരൻ്റെ കഥ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. ഈ വൃത്രാസുരൻ്റെ കഥ എത്ര പഴയതാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്താ കാരണം? ഋഗ്വേദത്തിലുണ്ട് വൃത്രാസുരൻ്റെ കഥ. ഋഗ്വേദം, വേദകാലം എന്നാണ് ആർക്കും അറിയില്ല. അതിപുരാതനം എന്നൊക്കെ പറയും. ആ വാക്കൊന്നും അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല ആ കാലത്തിന്. അത്ര അത്യന്ത പുരാതനായിട്ടുള്ളതാണ്. അതിൽ വൃത്രാസുരൻ്റെ കഥയുണ്ട്. ആ വൃത്രാസുരൻ്റെ കഥ വ്യാസഭഗവാന്റെ കയ്യൊപ്പ് ഇട്ടിട്ട്, എന്നുവെച്ചാൽ അല്പ വ്യത്യാസത്തോടു കൂടിയൊക്കെ ചമൽക്കാരവും അലങ്കാരവും ഒക്കെ ചേർത്ത് പറഞ്ഞു. ഭക്തിയാണ് അതിലെ പ്രധാന വിഷയം. ആ വൃത്രാസുരൻ എന്ന് പറയുന്ന അസുരൻ ദേവേന്ദ്രനായിട്ടുള്ള ഗംഭീര യുദ്ധം ചെയ്തപ്പോൾ, അസുരനാണ് കേട്ടോ, അല്ലാണ്ട് മഹാത്മാവെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ താനൊരു മഹാത്മാവാണ്, വലിയ ആളാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കണ ദേവേന്ദ്രനേക്കാളും വലിയ മഹാത്മാവാണ് ഞാൻ എന്ന് തെളിയിച്ചുകൊണ്ട് യുദ്ധത്തിൽ വെച്ചിട്ട് തൻ്റെ മരണ ആസന്നായി ഉറപ്പ് എന്നുള്ളത് വന്ന സമയത്ത് ഭക്തി ഉപദേശിക്കുക. ആരെ? ശത്രുവിനെ. ഏത് ശത്രു? വജ്രായുധധാരിയായിട്ടുള്ള ദേവേന്ദ്രനെ. ഗംഭീരാധ്യാത്മ പ്രബോധനം. ഒരു പ്രസംഗം അങ്ങോട്ട് നടത്തി വൃത്രാസുരൻ. എല്ലാവർക്കും അത് കേട്ടപ്പോൾ ദേവേന്ദ്രനാകെ ഞെട്ടിപ്പോയി. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അവൻ പിടിച്ച് വിഴുങ്ങുകയും ചെയ്തു. അതൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ളതാ. ഇത്ര ഭീമാകാരനാണ്, ശക്തനാണ്, ഞാനൊരു ചെറിയ ആളാ, എന്നെ പിടിച്ച് അവൻ വിഴുങ്ങുന്നൊക്കെ ധരിച്ചിരുന്നു. പക്ഷെ ഈ പ്രസംഗം നടത്തുമെന്ന് വിചാരിച്ചില്ല. ഈ കഥയൊക്കെ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് ഭംഗിയായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ പരീക്ഷത്ത് ഒരു സംശയം ചോദിക്കുകയാണ്. അല്ല ആട്ടെ, ഈ വൃത്രാസുരൻ എന്നൊക്കെ പറഞ്ഞ അസുരൻ എങ്ങനെയാണ് ഇത്ര വലിയ ഗംഭീരമായിട്ടുള്ള ഭക്തി പ്രഭാഷണമൊക്കെ നടത്തിയത്? അതെന്താ അങ്ങനെ? അയാൾക്ക് എവിടുന്ന ഈ അറിവൊക്കെ ഉണ്ടായത് എന്ന് ചോദിച്ചു ശ്രീശുക ബ്രഹ്മർഷി. നല്ലോണം പ്രതീക്ഷിച്ചിരിക്കുക ആ ചോദ്യേ. അത് കേട്ടപ്പോൾ നല്ല ഉത്സാഹം തോന്നി. മിടുക്കാൻ, നല്ല ചോദ്യമാണ് ചോദിച്ചേ. അതിന് മറുപടി പറയാൻ തുടങ്ങി. ആ മറുപടിയാണ് ഈ ചിത്രകേതു ഉപാഖ്യാനം. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, സിനിമാ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഫ്ലാഷ് ബാക്ക്.
വൃത്രാസുരൻ്റെ ഫ്ലാഷ് ബാക്ക് ആണ് ഈ കഥ, ചിത്രകേതുവിൻ്റെ കഥ. അപ്പം നമുക്കിനി പതുക്കെ കഥയിൽ കൂടി ഒന്ന് സഞ്ചരിച്ചുകൊണ്ട് അതിൽ കൂടെ വേദവ്യാസ ഭഗവാൻ എന്ത് പറയാനാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ ഒന്ന് നമുക്ക് അന്വേഷിച്ച് നോക്കാം. കഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു രാജകൊട്ടാരാണ്. ആ രാജകൊട്ടാരം ശൂരസേന രാജാവിൻ്റെ കൊട്ടാര. ചിത്രകേതു എന്നാണ് ആ രാജാവിൻ്റെ പേര്. ശൂരസേന രാജ്യത്തെ രാജാവാണ് ചിത്രകേതു. ഒരു കൊട്ടാരം. കൊട്ടാരം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവിടെ എല്ലാ സൗകര്യങ്ങളുണ്ട്, എല്ലാ സുഖങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു വലിയ ഒരു കൊട്ടാരം. രാജാവിനാണെങ്കിലോ അനവധി പത്നിമാരുണ്ട്. രാജാക്കന്മാർക്ക് എത്ര പേരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം, ശാസ്ത്രവിധിയുണ്ട്. കുറേ ഭാര്യമാര്, 1000 എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ സഹസ്ര ശബ്ദത്തിന് സംസ്കൃതത്തിലെ അനേകം എന്നുള്ള അർത്ഥം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശതം സഹസ്രം എന്നൊക്കെ പറയണേ. അപ്പോൾ കുറച്ച് നല്ലോണം കുറേ ഭാര്യമാരുണ്ട് എന്നർത്ഥം. ആ ഭാര്യമാരൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് സന്തതികളില്ല, കുട്ടികളില്ല. അതിൻ്റെ ഒരു ദുഃഖം നല്ലോണം ഉണ്ട്. എന്താ ദുഃഖം? രാജാവിന് കുട്ടികളില്ലെങ്കിൽ സാധാരണ ഒരു ഗൃഹസ്ഥന് കുട്ടിയില്ലാത്തേക്കാളും ദുഃഖം കൂടും. ഗൃഹസ്ഥന് ആൺകുട്ടിയില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ പിതൃകർമ്മങ്ങൾ ചെയ്യാൻ ഒരാളില്ല, അടുത്ത പരമ്പരയിൽ കുലത്തിലെ ആളില്ല. അതുകൊണ്ട് എനിക്ക് മോക്ഷം കിട്ടില്ല, എൻ്റെ ആത്മാവിന് ഗതി കിട്ടില്ല എന്നുള്ളൊരു ദുഃഖം മാത്രമേ വേണ്ടൂ. രാജാവിന് മക്കളില്ലെങ്കിൽ മറ്റൊരു ദുഃഖവും കൂടിയുണ്ട്, രാജ്യവും അനാഥാവും. ആ രാജാവ് എന്നുള്ള വ്യക്തിയുടെ ആത്മാവിന് ഗതിയില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ പ്രജകൾക്കും ഗതിയില്ലാണ്ടാവും. അങ്ങനത്തെ ദുഃഖത്തിലിരിക്കുകയാണ് രാജാവ്. അപ്പം അന്നത്തെ വ്യവസ്ഥിതി ആലോചിച്ച് നോക്കണം കേട്ടോ. അന്നത്തെ വ്യവസ്ഥിതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഋഷിമാരും മുനിമാർ ധാരാളമുണ്ട്. അവരൊക്കെ അവരുടെ ആ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് കാട്ടിലൊക്കെയാണ് അവർ പർണശാലയൊക്കെ കെട്ടി. അവിടെ ആകുമ്പോൾ ആ ധ്യാനത്തിനും ഉപാസനകൾക്കും സാധനകൾക്കൊക്കെ സൗകര്യമുണ്ട്. കുറച്ച് ശിഷ്യന്മാരൊക്കെ ഉണ്ടാവും. അത്യാവശ്യം ജീവിക്കാൻ വേണ്ട കൃഷി, പശു എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അവർ ജീവിക്കുക. പക്ഷെ അവരെന്ത് ചെയ്യും? അവിടെ തന്നെ ഇരിക്കില്ല. അവർ ജ്ഞാനികളായതുകൊണ്ട് അവർ പതുക്കെ ഇടയ്ക്ക് നാട്ടിലേക്ക് വരും. പ്രത്യേകിച്ചും രാജകൊട്ടാരത്തിലേക്ക് വരും. രാജകൊട്ടാരത്തിലേക്ക് വന്നിട്ട് ആ രാജാവിൻ്റെ സുഖമൊക്കെ അന്വേഷിക്കും. ശരിക്കും പറഞ്ഞാൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കൗൺസിലിങ്ങിനായി പോണേ. എന്തിനാ കൗൺസിലിങ്? രാജാവെന്ന് പറഞ്ഞാൽ ആലോചിച്ചറിയില്ലേ എത്ര ടെൻഷനായിരിക്കും ആളൊക്കെ. രാജ്യകാര്യങ്ങളൊക്കെ നോക്കണ്ടേ? രാജ്യത്ത് എന്നും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അതെല്ലാം സോൾവ് ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ രാജാവിന് മിക്കവാറും പിരിമുറുക്കം എന്ന് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഉള്ളൊരവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യും? ഇവർ പോയിട്ട് കുറച്ചൊന്ന് ഉപദേശിച്ച് ഒരു സമാധാനവും ശാന്തിയൊക്കെ ഉണ്ടാക്കും. അതുണ്ടാക്കിയില്ലെങ്കിൽ എന്താ കുഴപ്പം? കുഴപ്പമേ ഉള്ളൂ. എന്താ കാരണം? മനസ്സിന് ശാന്തി ഇല്ല എന്നുണ്ടെങ്കിലേ ഒരു കാര്യവും നമുക്ക് വേണ്ട പോലെ ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് തന്നെ അറിയാം. കുട്ടികൾ എപ്പോഴും പറയും പരീക്ഷ എഴുതാൻ പോകും, നല്ലോണം പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് നല്ല ശാന്തി കൊടുക്കണം. അന്ന് അവർ ചീത്ത പറയാനേ പാടില്ല, സ്നേഹത്തോടു കൂടി മാത്രം പെരുമാറണം. അമ്മ പറയണ ഒരു കുത്തുവാക്ക് മതി, ആ കുട്ടിയുടെ പരീക്ഷ നാശാവും. അത്ര മനഃശാന്തി വേണ്ട ഒരു കാര്യമാണ് പരീക്ഷ എഴുതൽ. ഇതുപോലെ നമ്മൾ ഏത് ക്രിയ ചെയ്യുമ്പോഴും അതൊരു തപസ്സും യജ്ഞവുമായിട്ട് നമ്മൾ എടുക്കണം. അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിന് ശാന്തി വേണം. രാജധർമ്മം എന്ന് പറയണത് ചെറിയൊരു കാര്യമല്ല. അത് നിർവഹിക്കാൻ വേണ്ട ശാന്തി ഇല്ല അവരുടെ മനസ്സിലെന്നുണ്ടെങ്കിൽ അശാന്തിക്കുള്ള കാരണം കണ്ടെത്തി അത് നീക്കേണ്ട ഒരു ധാർമ്മികമായ ചുമതല അന്നത്തെ ഋഷിമാരെ ഏറ്റെടുത്തിരുന്നു. അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് കൊട്ടാരത്തിൽ പോയിട്ട് സന്ദർശിക്കും. എന്നിട്ട് ആ കൊട്ടാരത്തിലുള്ള രാജാവിന് ഉള്ള വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കും. അങ്ങനെ വരും. ഇത് മറിച്ചുകൊണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ രാജാക്കന്മാരിടയ്ക്ക് നായാട്ടിനൊക്കെ പോകും. നായാട്ടിന് പോണേ പാവപ്പെട്ട കുറേ മൃഗങ്ങളെ കൊല്ലാനൊന്നുമില്ല. അവിടെ പർണശാലയൊക്കെ കെട്ടി ജീവിക്കുന്ന ഋഷിമാർക്ക് വല്ല
ഹിംസ്ര ജന്തുക്കളുടെ ആക്രമണവും ബുദ്ധിമുട്ടും ഉണ്ടാവണുണ്ടോ എന്ന് അന്വേഷിക്കാനാ പോണേ. അത് അന്വേഷിച്ചിട്ട് ഉണ്ടെങ്കിൽ അവരുടെ സ്വൈരജീവിതം ഉറപ്പുവരുത്തേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം ആർക്കുമുണ്ട്? രാജാവിനുമുണ്ട്. ഇങ്ങനെ ഒരു പാരസ്പര്യം, അപ്പുറത്തേക്ക് പരസ്പരം ഭാവയന്ത എന്ന് പറഞ്ഞ ഒരു രീതി അന്ന് വ്യവസ്ഥിതിയിലുണ്ടായിരുന്നു. അങ്ങനെ അതനുസരിച്ച് ഒരു ദിവസം ഈ രാജാവിൻ്റെ കൊട്ടാരത്തിൽ, ചിത്രകേതുവിൻ്റെ കൊട്ടാരത്തിലേക്ക് അങ്കിരസ് മഹർഷി വരികയാണ്. സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ പുത്രനാണ് അങ്കിരസ്. അദ്ദേഹം വരികയാണ് ചെയ്യണേ. അപ്പം അദ്ദേഹം വന്നു. ഇതിനു മുമ്പും വന്നിട്ടുണ്ട്, പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷെ ഇത്തവണ വന്നപ്പോൾ രാജാവാകെ മ്ലാനവദനായി ദുഃഖാർത്തനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ചോദിച്ചു, എന്താ അങ്ങ് വലിയ ഒരു മ്ലാനവദനായിട്ട് ആണല്ലോ ഇരിക്കണത്, എന്താ അങ്ങേക്ക് വിഷമം എന്ന് ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവര് ഋഷിമാരല്ലേ, അവർക്കെല്ലാം അറിയാവുന്ന അതാണെങ്കിലും അത് ആ മഹർഷിയുടെ മുഖത്തുനിന്ന് തന്നെ കേൾക്കണം എന്നുള്ള ഒരു കാരണം കൊണ്ട് ചോദിച്ചു, എന്താ അങ്ങ് ഇങ്ങനെ ദുഃഖിതനായിട്ട് ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് മാത്രമല്ല, എടുത്തു പറഞ്ഞു, ഇഷ്ടം പോലെ ഉണ്ടല്ലോ ആൾക്കാർ, അഭിധാര പ്രജാമത്യ ഭൃത്യ ശ്രേണ്യോധ മന്ത്രിണ. മന്ത്രിമാരിഷ്ടം പോലെയുണ്ട്, ഭാര്യമാരിഷ്ടം പോലെയുണ്ട്, ഭൃത്യന്മാരിഷ്ടം പോലെയുണ്ട്. ആൾക്കാരാണെങ്കിലൊക്കെ നല്ല വശവർത്തിന, രാജാവ് പറഞ്ഞാൽ കേൾക്കുന്ന പ്രജകളുണ്ട്. ഇതിൽ പരം ഒരു രാജാവിന് എന്താ വേണ്ടേ, എന്നിട്ടും എന്താ ദുഃഖം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് അറിയാവുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വായെന്ന് തന്നെ കേൾക്കണം എന്ന് വിചാരിച്ച് ചോദിച്ചപ്പോൾ നമസ്കരിച്ചിട്ട് ചിത്രകേതു പറയുകയാണ് ചെയ്യണേ, ലോകപാലൈരഭിപ്രാർത്ഥ്യ സാമ്രാജ്യ ഐശ്വര്യ സമ്പതഃ നന്ദയന്തി അപ്രജം മാം ക്ഷുത്രകാമമിവാവരേ. എല്ലാം ഉണ്ട് എനിക്ക്, പക്ഷേ എനിക്ക് അപ്രജനാണ് ഞാൻ, എനിക്ക് പ്രജകളില്ല, കുട്ടികളില്ല, അതാണ് എൻ്റെ ദുഃഖം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഒന്ന് ആളെ കുറച്ച് സമാധാനിപ്പിക്കാൻ നോക്കി. അത് ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേ, അങ്ങേക്ക് അങ്ങനെയായിരിക്കും വിധി എന്നൊക്കെ നമ്മളൊക്കെ പറയാറില്ലേ. ആരെങ്കിലുമൊക്കെ അടുത്ത് മരിച്ചു വിഷമിക്കുമ്പോൾ ഒക്കെ നമ്മൾ പറയും, അതൊക്കെ ഈശ്വര നിശ്ചയമല്ലേ എന്നൊക്കെ പറയും. പക്ഷേ രാജാവ് അതുകൊണ്ടൊന്നും ദുഃഖം മാറണ മട്ട് കാണാനില്ല. അവസാനം ആ മഹർഷിയുടെ തൻ്റെ തപശക്തി ഉപയോഗിച്ചിട്ടൊരു മാജിക് ചെയ്തു. അവിടെ എന്ത് ചെയ്തു, അവിടെ ഒരു ഹോമകുണ്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് പൂജകളൊക്കെ നടത്തി അതിൻ്റെ ആ യജ്ഞ അവശിഷ്ടം, ആ മന്ത്രാന്വിതമായിട്ടുള്ള പുരോടാശം, ആ യജ്ഞശിഷ്ടം കൊടുത്തു. ഇത് അങ്ങയുടെ ഭാര്യമാർ കഴിക്കട്ടെ, അങ്ങനെ കഴിക്കുമ്പോൾ അങ്ങേക്ക് പ്രജ്ഞയുണ്ടാവും എന്ന് പറഞ്ഞു. സന്തോഷമായി കഴിഞ്ഞ് നോക്കിയപ്പോൾ ഏറ്റവും ആദ്യം വിവാഹം കഴിച്ച ഭാര്യയുടെ പേര് കൃതദ്യുതി. അപ്പോൾ ആദ്യത്തെ ഭാര്യയ്ക്ക് ആണ് അടുത്തുണ്ടായിരുന്നത്. അതേ ഉള്ളൂ. സന്തോഷം അങ്ങോട്ട് കൂടിയപ്പോഴേ ഇത്തിരി അന്ധത വന്നു. അടുത്ത് കണ്ട് ആദ്യത്തെ ഭാര്യയുമാണ്. അപ്പം പിന്നെ ഒരു യുക്തി ഉണ്ടല്ലോ അതിൽ, വേഗം അവളുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നാൽ അവൾക്കൊരൗചിത്യം വേണ്ടേ, എൻ്റെ കൂടെ തോഴിമാര് അല്ലെങ്കിൽ സപത്നി രാജാവിന് ഇഷ്ടം പോലെ മറ്റവരുണ്ടൊന്ന് പങ്കുവെച്ച് കൊടുക്കാനൊന്നും തോന്നിയില്ല. തേന ത്യക്തേന പഞ്ചീത എന്നുള്ളതൊക്കെ മറന്നു. അതെടുത്ത് അങ്ങോട്ട് കഴിച്ചു, മുഴുവനും അങ്ങോട്ട് കഴിച്ചു. അപ്പൊ കൃതദ്യുതി മാത്രമേ ഈ പ്രസാദം കഴിച്ചുള്ളൂ. അപ്പൊ ഒരു അപകടഛായ തോന്നി ആർക്ക്, അങ്കിരസിന്. പിന്നെ രാജാവ് ചെയ്യണു, രാജാപത്നി ചെയ്യണു, അതിനൊക്കെ വിമർശിക്കേണ്ട കാര്യമില്ല. അധർമ്മം എന്ന് പറയാനും പറ്റില്ല. ഭാര്യയോട് കഴിക്കാൻ പറഞ്ഞു, ഭാര്യ കഴിക്കുക. അധർമ്മമാണെങ്കിൽ ചോദ്യം ചെയ്യാം, അവർക്ക് അധികാരമുണ്ട്. എന്ത് ചെയ്തു, അപ്പം അനുഗ്രഹിക്കണ്ടേ. അപ്പം കൃതദ്വിതീയം രാജാവിനെയും ചേർത്ത് നിർത്തി അങ്കിരസ് അനുഗ്രഹിച്ചു. രസമായ ഒരു അനുഗ്രഹമായിരുന്നു. സാധാരണ നമ്മൾ എന്താ അനുഗ്രഹത്തിൽ പറയുക, നന്നായി വരട്ടെ എന്നല്ലേ പറയുക. അത് തന്നെ പറഞ്ഞേട്ടോ, നന്നായി വരട്ടെ എന്ന് തന്നെ പറഞ്ഞേ. പക്ഷെ പറഞ്ഞത് എന്താണെന്നറിയോ, ആദ്യം പറഞ്ഞു ഭവിതൈകസ്തവാത്മജഃ, അങ്ങക്ക്
മകനുണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അവിടെ നിർത്തിയാൽ മതിയായിരുന്നു. തുടർന്ന് പറഞ്ഞു ഹർഷശോകപ്രദ. ഒരു വിശേഷണം കൊടുത്തു മകന്. എന്താ പറഞ്ഞേ? ഹർഷശോകപ്രദ. ഹർഷത്തിനെ ഉണ്ടാക്കും. ആദ്യം വലിയ സന്തോഷം ഉണ്ടാക്കും. പക്ഷെ ഉടനെ തന്നെ എന്തുണ്ടാക്കും? ശോകപ്രദ. ഹർഷപ്രദനും ശോകപ്രദനുമായിട്ട് ഉള്ള ഒരു ആത്മജൻ അങ്ങേക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴത്തെ ആ ഒരു സന്തോഷാതിരേകത്തില് രാജാവ് അത്ര ശ്രദ്ധിച്ചില്ല. അത് ആ വാക്കിന്റെ അർത്ഥത്തിലേക്കൊന്നും അങ്ങനെ പോയില്ല. എന്തായാലും കൃതദ്യുതി ഗർഭിണിയായി. കൃതദ്യുതിക്ക് ഒരു ഉണ്ണിയുണ്ടായി. പിന്നെ പറയണോ സന്തോഷം രാജാവിൻ്റെ? എന്തായിരുന്നു അവിടെ ഘോഷം എന്നറിയോ? ഗംഭീര ആഘോഷമായിരുന്നു ആ നാട്ടിൽ മുഴുവനും. അവിടുത്തെ ബ്രാഹ്മണർക്കും സന്യാസിമാർക്കും ഒക്കെ വലിയ സന്തോഷമായി. കാരണം എന്താ? ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള സ്വർണവും ധനമൊക്കെ കിട്ടി. എല്ലാവർക്കും ഓണപ്പട. സകല പേർക്ക്, നാട്ടിലുള്ള എല്ലാവർക്കും ഓണപ്പട. ക്യൂ ആണ്. രാജധാനിയുടെ മുമ്പിൽ ഭയങ്കര ക്യൂ ആ. 5-6 കിങ്കരന്മാർ വേണ്ടി വന്നു ക്യൂ നിയന്ത്രിക്കാനൊക്കെ. അത്ര തിക്കും തിരക്കും എല്ലാം. ധർമ്മം ധാരാളം ചെയ്തു. കുട്ടി ഉണ്ണി വലുതായി. ഒരു 5-6 മാസമൊക്കെ ആയി. അവിടെ എല്ലാവരും ഇങ്ങനെ സന്തോഷിച്ച് ജീവിക്കുക. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ അപകടം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, രാജാവിന് കൃതദ്യുതിയല്ലേ പ്രസവിച്ച് കുട്ടി ഉണ്ടായത്. അവളോടൊരു വലിയ സ്നേഹം. മറ്റു ഭാര്യമാരൊക്കെ ഒരു ദാസീഭാവത്തിലായി പെരുമാറ്റം. രാജാവിൻ്റെ പെരുമാറ്റത്തിലൊക്കെ ഒരു വട്ടം ഭാവമാറ്റം. കൃതദ്യുതിയെ വലിയ കാര്യവും. എവിടെ പോകുമ്പോഴും കൃതദ്യുതിയെ കൊണ്ട് നടക്കുള്ളൂ. കൃതദ്യുതിയുടെ സുഖങ്ങളെ അന്വേഷിക്കുള്ളൂ. ബാക്കി ഭാര്യമാരെയൊന്നും അന്വേഷിക്കാണ്ടായി. പെണ്ണുങ്ങളല്ലേ വർഗം, നല്ലവരാണ് കേട്ടോ പെണ്ണുങ്ങൾ. എന്ത് ചെയ്തു? ഇവരെല്ലാവരും കൂടി ഒരു യൂണിയനായി. കൃതദ്യുതി ഒരു ഭാഗം, ബാക്കി ഭാര്യമാരൊക്കെ കൂടി ഒരു യൂണിയൻ. കുശൂഷിക്കാൻ തുടങ്ങി. കുളിക്കാൻ പോകുമ്പോഴും അടുക്കളയുടെ വടക്കനയിലും ഒക്കെ ഇരുന്ന് വർത്തമാനം പറയാൻ തുടങ്ങി. കണ്ടില്ലേ, നല്ല വ്യത്യാസമില്ലേ രാജാവിനിപ്പോൾ? പണ്ടത്തെ പോലെയൊന്നും അല്ല കേട്ടോ. എന്നോട് മിണ്ടിയിട്ട് കാലം മറന്നു. ഇപ്പം എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ 3-4 പേരെ പറഞ്ഞയച്ചു. ഞാനൊന്ന് കാണാൻ വരട്ടെ എന്ന് ചോദിച്ചു. ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് തടയത്. അത് എൻ്റെ അനുഭവം. അപ്പോഴേക്കും അത് തന്നെ എൻ്റെ അനുഭവം. അപ്പം ഇവർ ഈ ഓരോരുത്തരുടെ അനുഭവം അവനവനുള്ളിൽ കൊണ്ടുവച്ചിരുന്നത് എല്ലാവരും കൂടി പങ്കുവെച്ചപ്പോൾ ശക്തിയായി, ഗംഭീര ശക്തിയായി. ഉടനെ തന്നെ ഇവർ ഒരു ദാരുണമായ സംഭവത്തിനുള്ള തീരുമാനമെടുത്തു. ആലോചിച്ച് നോക്കൂ, അന്നുണ്ട് ഇതൊക്കെ. അതാണ് അവരെന്ത് ചെയ്തു എന്നറിയോ? എന്താ ഈ രാജാവിന് ഇതുണ്ടാവാൻ കാരണം? കൃതദ്യുതിയുടെ കുറ്റമല്ല, പക്ഷേ ഈ ഉണ്ണി ഉണ്ടായ കാരണം. അപ്പം നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ആ ഉണ്ണി ഇല്ലാണ്ട് ചെയ്യാൽ നമുക്ക് പഴയ പോലെയുള്ള സ്നേഹമൊക്കെ കിട്ടും എന്ന് അവരങ്ങോട്ട് തീരുമാനിച്ചു എന്ന് മാത്രമല്ല, അവരത് ചെയ്തു. എന്താ പറഞ്ഞേക്കണേ? ഗരം ദതു കുമാരായ വിദ്വേഷ നഷ്ടമതയ. അതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം അവിടെ. ഈ വ്യാസഭഗവാന്റെ ഓരോ ശ്ലോകം എടുത്താലും അതിലൊരു വിശേഷണം ഉണ്ടാവും. അത് നമുക്ക് ഒത്തിരുന്ന് നമുക്ക് ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യാം. വിദ്വേഷ നഷ്ടമതയ. നമ്മൾക്ക് ആരോടെങ്കിലും ഒരു വിദ്വേഷം ഉണ്ടായാൽ നമ്മുടെ ബുദ്ധി പോവും, നശിക്കും. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. നഷ്ടമതയ, ബുദ്ധി മുഴുവനും നഷ്ടപ്പെട്ടു ഈ സ്ത്രീകളുടെ. എന്തുകൊണ്ട്? വിദ്വേഷം കൊണ്ട്. ഈ കുട്ടിയോടുള്ള വിദ്വേഷം കൊണ്ട്. കൃതദ്യുതിയോടോ രാജാവിനോടോ അല്ല. ദാരുണചേതസഃ. ആ സദ്ബുദ്ധി പോയാൽ പിന്നെ എന്താണ്ടാവുക? ദാരുണചേതസ. എന്ത് ചെയ്യാനും മടിയില്ലാത്ത ക്രൂര ഭാവം വരും. അങ്ങനെയല്ലേ നമ്മൾ പത്രത്തിൽ വായിക്കണല്ലേ? കൊലപാതകങ്ങളൊക്കെ അങ്ങനെയല്ലേ നടക്കുന്നത്? അധർമ്മങ്ങൾ അങ്ങനെയല്ലേ നടക്കുന്നത്? സൽബുദ്ധി നഷ്ടപ്പെടുമ്പോഴാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഗരം ദതു കുമാരായ. ഗരം എന്ന് പറഞ്ഞാൽ വിഷം. ദതു കൊടുത്തു കുമാരായ, കുമാരന്. ആ കുട്ടിക്ക് വിഷം കൊടുത്തു. ഇതൊന്നും കൃതദ്യുതി അറിയണില്ല. അവിടെ ഒരു ഗംഭീര രംഗം വർണ്ണിക്കുന്നുണ്ട് വേദവ്യാസൻ. വായിച്ചാൽ നമ്മളൊക്കെ കരയും. എന്താ ഉണ്ടായെന്നറിയോ? ഈ ഉണ്ണിയെ തൊട്ടിലിന് ഉറങ്ങാൻ കിടത്തി കൃതദ്യുതി.
തോഴിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മമാർക്ക് അറിയാം കുട്ടി ഉറക്കി കിടത്തിയ എത്ര നേരം ഉറങ്ങും, എപ്പോഴാണ് ഉണരുക, ഇതൊക്കെ അറിയാനുള്ളൊരു വശമുണ്ട് അമ്മമാർക്ക്. അപ്പോൾ കൃതജ്ഞതയ്ക്ക് അറിയാം. കുറച്ച് അത്യാവശ്യ ജോലികളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഉണരുള്ളൂ. അപ്പം എടുത്ത് പാലൊക്കെ കൊടുക്കാം എന്ന് വിചാരിച്ചു. കുട്ടി ഉണരുന്നില്ല. ഇത്തിരി നല്ലോണം ഉറങ്ങുന്നുണ്ടാവും, ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു, കുട്ടി ഉണരുന്നില്ല. എന്തോ. അപ്പോൾ ഒരു തോഴിയെ വിട്ടു. എന്താ, ഒന്ന് പോയി നോക്കൂ, അവൻ ഉണ്ണി ഉണർന്നില്ലല്ലോ, ഈ നേരത്തൊക്കെ ഉണരേണ്ടതാണല്ലോ, പോയി നോക്കൂ. അവനെ ആ തോഴി ഓടിച്ചെന്ന് തൊട്ടിലിൻ്റെ അവിടേക്ക് ചെന്നു. ശയാനം സുചിരം ബാലം ഉപധാര്യ മനീഷിണി പുത്രമാനയ മേ ഭദ്ര ഇതി ധാത്രിയും അചോദയത്. ധാത്രിയോട് പറഞ്ഞു, ആ കുട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോവാ, പാല് കൊടുക്കാൻ ആയിട്ടുണ്ട് സമയം എന്ന് പറഞ്ഞു. അവള് ചെന്ന് നോക്കി. ഇവിടുത്തെ കഥ എന്താ? സാ ശയാനമുപവ്രജ്യ, ആ കിടക്കണ കുട്ടിയുടെ അടുത്ത് ചെന്നു. ദൃഷ്ട്വാ ചോത്താരലോചനം, കണ്ണ് മിഴിച്ച് കിടക്കണുണ്ട് കുട്ടി, ഉറങ്ങില്ല. എന്താ കണ്ണ് മിഴിച്ച് അനങ്ങാണ്ട് കിടക്കണേ? അങ്ങനെ കിടക്കുമോ കുട്ടികൾ ഒരിക്കലും കിടക്കില്ല, കണ്ണ് തുറന്ന് അനങ്ങാണ്ട് കിടക്കില്ല കുട്ടികൾ. പ്രാണേന്ദ്രിയാത്മഭിസ്ത്യക്തം, കുലുക്കി നോക്കി തൊട്ട് നോക്കി, കുട്ടി അനങ്ങണില്ല. ഹതാസ്മീതി, അപ്പം മനസ്സിലായി, ചതിച്ചു. ഹതാസ്മി എന്ന് പറഞ്ഞാൽ ചതിച്ചു. അപതദ്ഭുവി, അവളവിടെ വീണു എന്നാ പറഞ്ഞു. ഒരു ഉറക്കൊരു കരച്ചിലും കരഞ്ഞ് വീണു. എന്തോ അപകടം ഉണ്ടെന്നുള്ള നിലയ്ക്ക് കൃതജ്ഞതി ഓടി വരികയാണ്. ഓടി വന്ന് നോക്കിയപ്പോൾ ഇതാണ് രംഗം. പിന്നെ അവിടെ ഗംഭീര വർണ്ണനയാണ്. ആ അമ്മയുടെ നെഞ്ഞത്തടിച്ചുള്ള നിലോളി കരച്ചിലും ഒക്കെ ആയിട്ട്. അത് ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ശരിക്കും നടക്കണ റിയലിസ്റ്റിക് എന്നൊക്കെ പറയില്ലേ, എന്ന പോലെയുള്ള ഒരു ഗംഭീര വർണ്ണനയാണ്. ആ ഭാഗവതം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നവരസങ്ങളുണ്ട് ഭാഗവതത്തിൽ. ഭാഗവതത്തിലില്ലാത്ത ഒരു രസമില്ല. ശൃംഗാരമുണ്ട്, വീരമുണ്ട്, കരുണമുണ്ട്, എല്ലാ ഭാവമുണ്ട്, ഹാസ്യമുണ്ട്, അത്ഭുതമുണ്ട്, എല്ലാ ഭാവമുണ്ട്. ഇത് കരുണരസത്തിന് വ്യാസഭഗവാനുള്ള കഴിവ്. ഒരു തീസിസിന് നിങ്ങൾക്ക് ഭാഗവതം എഴുതണമെങ്കിൽ ഈ ഭാഗം പഠിച്ചാൽ മതി. ഈ ഭാഗം മാത്രമല്ല, ഇതുപോലെ പല ഭാഗങ്ങളും ഉണ്ട്. പക്ഷെ അതിഗംഭീരമായിട്ടുള്ളൊരു ഭാഗമാണ്. തസ്യാസ്തദാകർണ്യഭൃശാതുരം സ്വരം ഘ്നാന്ത്യാകരാഭ്യാമുര ഉച്ചകൈരഭി, ഉറക്ക നെഞ്ഞത്തടിച്ച് കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവളും വീണു, മോഹാത്സ്യപ്പെട്ട് വീണു. അപ്പോഴേക്കും വരണവര് ഇതറിഞ്ഞ് വീഴാണ്. ഈ സപത്നിമാരും കുറച്ച് പേര് അത്ര തൊലിക്കട്ടിയും മനക്കട്ടിയുള്ളവർ വേഗം ഓടി വന്നു. അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞ് മുതലക്കണ്ണീരൊക്കെ തുടങ്ങി. അവർക്ക് എല്ലാവർക്കും അറിയാം സംഭവം, അവരാ ചെയ്തതെല്ലാം അറിയാം. അപ്പം എന്തോ ബഹളം എന്നുള്ള നിലയ്ക്ക് രാജാവും വന്നു. രാജാവ് വന്നപ്പോൾ രാജാവും ഇത് തന്നെ. അവിടുന്ന് പിന്നെ രാജാവ് ഈ ഭാര്യ സ്തനദ്വയം കുങ്കുമഗന്ധമണ്ഡിതം നിഷിഞ്ചതി സഞ്ജന ബാഷ്പബിന്ദുഭി വികീര്യകേശൻ വികളത്സൃജസുതം ശുശോച ചിത്രം കുരരീവ സുസ്വരം. ആ കണ്ണീരൊഴിഞ്ഞ് വസ്ത്രമൊക്കെ നനഞ്ഞേക്കണു, ആ കുങ്കുമം മുഖത്തൊക്കെ പോയേക്കണു, മുടി ഇങ്ങനെ അഴിഞ്ഞ് കിടക്കണു. അങ്ങനെയൊക്കെയുള്ള ഈ നെഞ്ഞത്തടിച്ചിങ്ങനെ കരയണമെന്നുള്ള രംഗമാണ് കണ്ടത്. അപ്പോഴാണ് നോക്കിയത്, കുട്ടിയുടെ ഈ കാര്യം മനസ്സിലായത്. അവിടുന്ന് വേഗം എഴുന്നേറ്റ് ഹാ താത നാർഹസി ചമാം കൃപണാമനാഥം ത്യക്തും വിചക്ഷ്വ. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ബോധം വന്നു, എണീറ്റ് കഴിഞ്ഞിട്ട് പറയലാണ്, മോനെ എന്നെ ഇങ്ങനെ അനാഥയായിട്ടിട്ട് നീ എങ്ങടാ പോയത്? അഞ്ജസ്തരേമ ഭവതാ പ്രജദുസ്തരം യദ്വാന്തം നയാഹ്യമ അകരുണേനയമേന ദൂരം. ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് നീ എന്തിനാ ഈ യമന്റെ പിന്നാലെ ഓടാൻ പോയത്? ഞങ്ങളെയല്ലേ നീ നോക്കേണ്ടത്, നീ എന്താ യമന്റെ പിന്നാലെ പോയത് എന്നൊക്കെ ഒരു ഭ്രാന്തിയെ പോലെ പറയാൻ തുടങ്ങി. ഉത്തിഷ്ഠതാത, എനിക്ക് നീ. അപ്പോഴേക്കും
ഇവന്റെ കൂടെ ഇവനെ കളിപ്പിക്കാനൊക്കെ കൗതുകമുള്ള കുട്ടികളുണ്ട് അടുത്ത്, അവരൊക്കെ വന്നിട്ടുണ്ട്. പറയാണ് ശിശവോമയസ്യാസ്ത്വാമാഹ്വയന്തി, ദേ നിന്റെ കൂട്ടുകാരൊക്കെ വന്ന് നിന്നെ കളിക്കാൻ വിളിക്കണു. എനിക്ക് എത്ര നേരമായി നീ കിടക്കാൻ തുടങ്ങിയിട്ട്, സംവിഹർത്തും കളിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് സുപ്തസ്ഥിരം, കുറെ നേരമായില്ലേ ഉറങ്ങാൻ തുടങ്ങിയിട്ട്. അശനയാച ഭവാൻ, നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ഒന്ന് വിശക്കില്ലേ എനിക്ക്. ആ ബോധം അങ്ങോട്ട് പോയി ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ പാല് തരാൻ നിനക്ക് എനിക്ക് എന്ന് പറയലായി. ഇങ്ങനെ ഗംഭീരൊരു വിലാപരംഗം. രാജാവും ഒന്നും മിണ്ടാൻ തന്നെ പറ്റണില്ല, ആ രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഈ രംഗം പ്രതീക്ഷിച്ചിട്ട് തന്നെ അവിടേക്ക് വരികയാണ് ഈ അങ്കിരസ്. ഏതൊരു മുനിയാണോ ചരു ഉണ്ടാക്കിയിട്ട് പ്രസാദം കൊടുത്ത് ഈ കുട്ടി ജനിച്ചത്. അപ്പൊ പറഞ്ഞുവല്ലോ അന്ന് ഹർഷശോകപ്രദ എന്ന് അനുഗ്രഹിച്ചു വിട്ടിട്ടുണ്ടേ. അപ്പൊ അറിയാം, ഉടനെ വന്നു. പക്ഷെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു കൂട്ടിന്. കാരണം എന്താവും രംഗെന്ന് അറിയില്ല. അപ്പൊ ധൈര്യത്തിന് ഒരാൾ കൂടെ വേണമെന്ന് വിചാരിച്ചിട്ട് കൂട്ടി ഈ നാരദര് വളരെ കുറച്ചും കൂടി യുക്തി അനുസരിച്ച്, രംഗത്തിനനുസരിച്ച് പറയാനും പെരുമാറാനും കൗൺസിൽ ചെയ്യാനും ഉപദേശിക്കാനും ഒക്കെ നല്ല കഴിവുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം കൂടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് അങ്കിരസ് നാരദരെയും കൂട്ടിയാ വരണേ. ആ വരണ ഒരു രംഗത്തോട് കൂടിയിട്ടാണ് ഈ 6-ാം സ്കന്ധത്തിലെ 14-ാം അധ്യായം കഴിയണത്. ഇത് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗമായിട്ടോ. അതാണ് ഞാൻ ഇത്ര കഥ ഇങ്ങനെ വിസ്തരിച്ച് പറയണേ. അത് കഴിഞ്ഞതിന് ശേഷം 15-ാം അധ്യായത്തിലെ ഇവർ രണ്ടുപേരും കൂടി എത്തണതും രാജാവിനെ സമാധാനിപ്പിക്കുന്നതായിട്ട് രംഗ. സമാധാനിപ്പിക്കുന്ന കുറച്ച് ശ്ലോകങ്ങളുണ്ട്. മുഴുവനിപ്പോൾ പറയാൻ ഇവിടെ സമയമില്ല. എങ്കിലും അവർ പറഞ്ഞത് ഇതാണ്. അപ്പോൾ ഈ രാജാവിനാണെങ്കിലോ കുറച്ച് മാസം കഴിഞ്ഞുല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവരെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല, അങ്കിരസിനെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല. ചിലപ്പോൾ എന്താ വെച്ചാൽ ഈ മുനിമാര് ചില നേരം ഇപ്പോൾ സന്യാസിമാരെയൊക്കെ നമ്മൾ കാണാറില്ലേ, ചിലപ്പോൾ താടിയൊക്കെ നീട്ടും, എന്നൊന്നും ഷേവ് ചെയ്യില്ലല്ലോ. അപ്പോൾ കുറേ കഴിഞ്ഞ് ഒരു 5-6 മാസമൊക്കെ കഴിയുമ്പോൾ ഒന്ന് ക്ഷൗരമൊക്കെ ചെയ്യും. അപ്പോൾ ഈ താടിയൊക്കെ നീട്ടി കണ്ടിട്ടുള്ള സന്യാസി ചിലപ്പോൾ പിന്നൊരു ദിവസം കാണുമ്പോൾ മനസ്സിലാവില്ല, ഒക്കെ മുണ്ടനും ചെയ്ത് മുടിയും താടിയൊക്കെ കളഞ്ഞ് ഒക്കെ മനസ്സിലാവില്ല. അതുപോലുള്ള ഒരു വേഷപ്പകർച്ച ഉണ്ടായാൽ മനസ്സിലായില്ല. നാരദരെ മനസ്സിലായില്ല, ഇപ്പൊ ആരാ വന്നതെന്ന് മനസ്സിലായില്ല. പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോ നിസ്സാരക്കാരല്ല എന്ന് മനസ്സിലാക്കി. എന്താ പറഞ്ഞതെന്നറിയോ? യഥാപ്രയന്തി സംയാന്തി ശ്രോതോ വേഗേന വാലുകാ സംയുജ്യന്തേ വിയുജ്യന്തേ തഥാ കാലേന ദേഹിന. നമ്മുടെയൊക്കെ കഥ എന്താണെന്ന് വെച്ചാൽ അതാ പറഞ്ഞത്. നമ്മളൊക്കെ ജനിക്കണു, കൂടെയല്ല ജനിക്കുന്ന നേരത്തും. അപ്പൊ ആരുമില്ല കൂടെ, നമ്മൾ ഒറ്റയ്ക്ക് ജനിച്ചു. കുറെ കഴിയുമ്പോൾ നമ്മൾ മരിക്കണം. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാലമുണ്ട്. ഇതാണ് ജീവിതം. ഈ കാലത്ത് നമ്മൾ കുറേ പേരായിട്ട് ബന്ധപ്പെടും. ആദ്യം ബന്ധപ്പെടുക അമ്മയായിട്ട്, പിന്നെ അച്ഛനായിട്ട്, സഹോദരനുണ്ടെങ്കിൽ അങ്ങനെ വീട്ടുകാർ, പിന്നെ നാട്ടുകാർ, കൂട്ടുകാർ, ഇങ്ങനെയാണ് ബന്ധം വികസിച്ച് വരിക. അങ്ങനെ നമ്മളൊക്കെ കുറേ പേരൊക്കെ ആയിട്ട് വരും. ആരോടും യാത്ര പറയാനും കൂടിയും പറ്റാണ്ട് ICUവിലെ കൊമ്പും കുഴലും കയറ്റി നമ്മൾ മരിച്ചും പോവും. അങ്ങനെയല്ലേ ഇപ്പം ഉണ്ടാവണേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ പേരെ കണ്ടുമുട്ടും. ഏതുപോലെയാണെന്ന് വെച്ചാൽ ഒരു പുഴ ഇങ്ങനെ ഒഴുകുക. ഇതിൽ പറഞ്ഞ ഉപമയാണ് ഞാൻ പറയണേ. ഈ പുഴ ഒഴുകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുഴയുടെയൊക്കെ. ഇപ്പോൾ പുഴ വെള്ളമില്ല, ഒന്നുമില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്ന് ഇത് പറഞ്ഞു കൊടുത്ത ഭാവനയിൽ കാണേണ്ടി വരും. നമ്മളെ ഒരു വിധം കണ്ടിട്ടുണ്ട്. അതിൽ കുറേ കല്ലൊക്കെ ഇങ്ങനെ ഒഴുകി വരും ഇല്ലേ? ഈ കല്ലുകളൊക്കെ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ആ ഒഴുക്കിൻ്റെ ഇടയിൽ 2 കല്ല് കുറച്ചു നേരം ഒരുമിച്ച് ഇങ്ങോട്ട് ഒഴുകും. ഇത് കഴിഞ്ഞാലോ ആ സമുദ്രത്തിൽ എത്തുന്നവർ ഒരുമിച്ചുണ്ടാവുക? അതുണ്ടാവില്ല. അത് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ ഒരു കല്ല് ഒരു വഴിക്ക് പോകും, ഒരു കല്ല് ഒരു വഴിക്ക് പോകും. ഇതുപോലെയാ മനുഷ്യര് എല്ലാവരും. ഇന്ന് കൂടെയുള്ളവരൊക്കെ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് ധരിക്കണ വിഡ്ഢിത്ത അത് പാടില്ല. അവർക്കൊക്കെ ഒരു സമയമുണ്ട്, ആ സമയത്ത് നമ്മളെ പിരിഞ്ഞു പോവും. അതുപോലെയാണ് മനുഷ്യജീവിതം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വേറൊരു കാര്യം കൂടി കഴിഞ്ഞു. വയം ചത്വം ചയേ ചയമേ തുല്യകാലാശ്ചരാശര ജന്മമൃത്യോർയഥാ പശ്ചാത് പ്രാങ്നൈവം അധുനാഭിഭോ. നമ്മളിപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യാണ്. അപ്പം നമ്മൾ ഒരു ദിക്കിൽ നിന്ന് ബസ്സിൽ കയറി.
കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു സ്റ്റോപ്പിൽ നിന്ന് വേറൊരാൾ കയറി എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ നേരം പോക്കിന് വേണ്ടിയിട്ട് എവിടേക്കാന്ന് ചോദിച്ചു. ഞാൻ തൃശ്ശൂർക്കാന്ന് പറഞ്ഞു. ഞാനും തൃശ്ശൂർക്കാന്ന് പറഞ്ഞു. എവിടെയാണ് വീടെന്ന് ചോദിച്ചു. ഇന്നേക്കില്ല പറഞ്ഞു. അവിടെ എൻ്റെ ഇല്ലേ, നമ്മളങ്ങനെ വർത്തമാനം പറഞ്ഞ് പരിചയപ്പെടും. എത്ര നേരം? ആ ലക്ഷ്യത്തിലെത്തുന്നവരെ, അവിടെ എത്തുന്നവരെ നമ്മൾ സംസാരിക്കാൻ പറ്റുള്ളൂ. അവിടെ എത്തുമ്പോഴേക്കും അയാളുടെ വഴിക്ക് ഇറങ്ങിപ്പോയി, ഞാൻ എൻ്റെ വഴിക്ക് ഇറങ്ങിപ്പോയി. അയ്യോ എൻ്റെ കൂട്ടുകാരൻ പോയേ എന്ന് പറഞ്ഞ് ഞാൻ കരയോ? അതുപോലെയാണ് ജീവിതം. ആരും ശാശ്വതമല്ല. നമ്മുടെ കൂടെ ഈ ബന്ധങ്ങൾക്കൊക്കെ അത്രയും അർത്ഥം കൽപ്പിക്കാൻ പാടുള്ളൂ. ഞാൻ, മകൻ, ഭാര്യ ഒക്കെ ദൈവം നിശ്ചയിച്ചു കുറച്ചു കാലം കളിക്കൂട്ടുകാരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്ന ഒരു കളിപ്പാട്ടം അത്ര വിചാരിക്കണ്ടു. അതിൽ വിചാരിക്കരുത് രാജാവേ എന്നൊക്കെ പറഞ്ഞു. വലിയ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ? പക്ഷേ ഏറ്റില്ല. രാജാവിനുണ്ടോ ഇതൊക്കെ കേൾക്കണു? അദ്ദേഹം വളരെ അത്ര ദുഃഖത്തിലാണ് ഇരിക്കുന്നത്. എന്തിനാണ് ഇവര് നാരദർക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്താ കാരണം എന്നറിയാമോ? നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങണം. അപ്പോൾ എപ്പോഴാ തുടങ്ങണ്ടേ എന്നറിയാൻ നമ്മൾ എന്താ ചെയ്യുക? ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോകും. ആദ്യം ചെയ്യണതാണ്. ഞാൻ കളിയാക്കൊന്നുമല്ല. അങ്ങനെ വന്ന് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ജ്യോത്സ്യൻ നമ്മുടെ ശിഷ്ടദശ നോക്കി, ദശ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പം നമ്മുടെ ദശ ഏതാണ്, അതിൻ്റെ അപഹാരം ഏതാണ്, ഛിദ്ര ഏതാണെന്നൊക്കെ നോക്കി ഇന്നതാണ്. അപ്പോൾ വ്യാഴദശയാണ്, നല്ല കാലമാണ്, വ്യാഴം എവിടെയാ ജാതകത്തിൽ നിൽക്കണേ, ഇങ്ങനെയൊക്കെ നോക്കി നല്ല സമയം പറയും ഇല്ലേ? അപ്പോൾ ഈ സമയത്ത് തുടങ്ങിക്കോളൂ എന്ന് പറയും. ഇതുപോലെ ഈ നാരദർക്ക് ചിത്രകേതുവിൻ്റെ ജാതകം നല്ല നിശ്ചയ. അപ്പം ആ ജാതകത്തിലൊരു അപൂർവ യോഗമുണ്ട്. എന്താ യോഗത്തിൻ്റെ പേരെന്നറിയോ? വലിയൊരു പേരാ. വിദ്യാധര യോഗം എന്നൊരു യോഗമുണ്ട്. ഈ വിദ്യാധര യോഗം ഉള്ള ആൾക്ക് അത് സുഹൃതികൾക്കേ കിട്ടുള്ളൂ. മുജ്ജന്മങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സത്പ്രവൃത്തികളെ കൊണ്ടൊക്കെ കിട്ടുന്ന ഒരു മഹായോഗിയാണ്. ആ യോഗമുള്ള ഈ ചിത്രകേതുവിനെ വിദ്യാധരത്വത്തിലേക്ക് എത്തിക്കേണ്ട ചുമതല ജ്ഞാനികളായ ഋഷികൾക്കുണ്ട്. അത് നാരദർ ഏറ്റെടുത്തു. അപ്പോൾ ഈ ചിത്രകേതുവിന് വിദ്യാധരത്വം കൊടുക്കണം, അതാണ് ലക്ഷ്യം. അപ്പം അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ പിടിച്ച് വിദ്യാധരനാക്കാൻ പറ്റുമോ? അപ്പം ആദ്യം തന്നെ ഒക്കെ ഒന്ന് വെടുപ്പാക്കണം സ്ഥലം, മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കി അതിനുള്ളൊരു ചുറ്റുപാട് മാനസികമായിട്ട് ഉണ്ടാക്കിയിട്ട് വേണം ധരിക്കാൻ. അപ്പം അത് ഇല്ലാണ്ട് പറ്റില്ല. അപ്പം എന്തിനാണ് ഈ ദുഃഖം കൊടുത്തത്? ദുഃഖം ഉണ്ടെങ്കിലേ അവിടെ മനസ്സ് ശുദ്ധാവുള്ളൂ. എന്നും സുഖത്തിൽ ജീവിക്കണവരുടെ മനസ്സ് എന്നും മലിനാവും. നമ്മളെ ചുറ്റുപാടിൽ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നോക്കിയാൽ മതി. അധ്യാത്മരംഗത്തേക്ക് വരണവർ തന്നെ ഒന്നെടുത്ത് നോക്കുക. 90% ആൾക്കാരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുഃഖ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും. എൻ്റെ ആള് പോയതിന് ശേഷമാണ് ഞാൻ ഈ വെള്ളവസ്ത്രം എടുത്ത് സ്വാമിജീൻ്റെ അടുത്ത് വന്നത് എന്ന് ഞാൻ എത്ര പേര് പറയണ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു പുത്രൻ പോയി, എനിക്കത് മറക്കാൻ പറ്റണില്ല, അതാണ് ഞാൻ ഭാഗവതം എടുത്ത് ഇറങ്ങിയത്. എത്ര പേര് പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഒക്കെ സംഭവിക്കും. അപ്പോൾ ഒരു കടുത്ത ദുഃഖം ഉണ്ടായാൽ മനസ്സ് ശുദ്ധാവും. അതിന് കൊടുത്തൊരു പരീക്ഷയായിരുന്നു ഇത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കാലം എന്ന് പറയുന്ന ഒരു വൈദ്യൻ ഈ ദുഃഖത്തിനെ പതുക്കെ 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 തുടച്ചു മാറ്റും. അതിൻ്റെ കൂടെ കുറച്ച് അധ്യാത്മ ഉപദേശവും കൂടിയും ചെയ്താൽ ആ വിദ്യാധരത്വത്തിനുള്ള യോഗ്യത നേടും ഇയാൾ. അതിനുള്ള ഓരോരോ പടികളായിരുന്നു അത്. അപ്പം ഇങ്ങനെ ഉപദേശിച്ചിട്ടൊന്നും കാര്യം ഉണ്ടായില്ല. പക്ഷേ ഒരു ശ്വാസം കിട്ടിയ ആൾക്ക് ഇത് കേട്ടപ്പോൾ. ആർക്ക്? ചിത്രകേതുവിന്. ചിത്രകേതു എന്ത് ചെയ്തു? ഏവമാശ്വാസിതോ രാജ. ഒരു ആശ്വാസം കിട്ടി. ചിത്രകേതുർ ദ്വിജോക്തിഭി. ഈ നാരദരുടെ ഈ ഭാഷണം കേട്ടപ്പോൾ മനസ്സിനൊരു ആശ്വാസം കിട്ടി. പ്രമൃജ്യപാണിന മുഖമൊക്കെ ഒന്ന് തുടച്ചു, കണ്ണുനീരൊക്കെ തുടച്ചു. എന്നിട്ടോ അതിമ്ലാനമഭാഷത. എന്തൊരു ശ്രദ്ധിച്ചുള്ള പ്രയോഗങ്ങളാണ് വേദവ്യാസൻ്റെ എന്നറിയോ? അപ്പോൾ ഈ മുഖമൊക്കെ തുടച്ചു, ആശ്വാസം കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ആളങ്ങോട്ട് മുഴുവനും സെറ്റപ്പായി. ഇല്ല, അതിനു വേണ്ടിയിട്ടാണ് അതിമ്ലാനമഭാഷത എന്ന് എടുത്തു പറഞ്ഞു. ദുഃഖിതനായിട്ട് തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ചോദിച്ചത് ഇതാണ്, നിങ്ങൾ ഈ 2 ചെറുപ്പക്കാരെ
നല്ല നല്ല ഉപദേശങ്ങൾ എനിക്ക് തരണുണ്ടല്ലോ, നിങ്ങൾ ആരാണാവോ എന്ന് ചോദിച്ചു. പിന്നെ അവിടുന്ന് അന്ന് ഭാരതത്തിലെ നിലവിലുള്ള ആ ഋഷിമാരുടെ ഒരു വലിയ ലിസ്റ്റാണ് തരുന്നത്. അത് മുഴുവനും ഞാൻ വായിച്ചു വെറുതെ. കുമാരോ നാരദ ഋഭു അങ്കിര ദേവലോ അസിത, അങ്ങനെ വസിഷ്ഠോ ഭഗവാൻ രാമ കപില ബാദരായണി ദുർവാസ യാജ്ഞവൽക്യ, ഇവരെല്ലാം ആരെങ്കിലുമൊക്കെ ആണോ എന്ന് ചോദിക്കുകയാണ് ചെയ്യണേ. അതൊരു വലിയ ലിസ്റ്റാണ്. അതിങ്ങനെ കുറേ പേരുടെ പേര് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മറുപടി പറഞ്ഞത് നാരദരല്ല, അങ്കിരസാ പറഞ്ഞു. അങ്കിരസ് പറഞ്ഞു, അങ്ങേക്ക് ഓർമ്മയുണ്ടോ, ഒരു ഋഷി ഇവിടെ ഒരിക്കൽ വന്നപ്പോൾ ദുഃഖിതനായിട്ടിരിക്കുമ്പോൾ ചോദിച്ചപ്പോൾ ഇന്ന പ്രകാരം പറഞ്ഞതും ഒരു ചരുവുണ്ടാക്കി തരുകയും എന്നിട്ട് ഇങ്ങനെ ഒരു പുത്രനുണ്ടായതൊക്കെ ഓർമ്മ. ഉവ്വ്, അയ്യോ അങ്കിരസും അദ്ദേഹമാണ് ഞാൻ, ഇത് നാരദരാണ് എന്ന് പറയും. വേഗം വീണു, നമസ്കരിച്ചു. രണ്ടുപേരും നമസ്കരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ഉപദേശങ്ങളൊക്കെ അങ്കിരസും കൊടുത്തു. ഒരു കാര്യം ഉണ്ടായില്ല. അവസാനം നാരദര് ഒരു വലിയൊരു പ്രയോഗം നടത്തും. അവിടെ നമ്മളുടെ ഈ ലോകത്തുള്ള സാഹിത്യങ്ങൾ മുഴുവനും പരിശോധിച്ചാലും, കുറേയൊക്കെ ഞാനൊരു റിസർച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭാഷ ഇംഗ്ലീഷും പിന്നെ സംസ്കൃതവും മലയാളമൊക്കെ അറിയുള്ളൂ, ഹിന്ദി അല്പവും. പക്ഷേ ഞാൻ അന്വേഷിച്ചു, ഒരൊറ്റ സാഹിത്യത്തിലും പ്രയോഗിക്കാത്ത ഒരു വലിയ സങ്കേതം ആണിതിൽ വേദവ്യാസ ഭഗവാൻ ഉപയോഗിച്ചേക്കണേ. എന്താണെന്നറിയോ? എന്താ മരണം? മരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരം, ഈ ശരീരത്തിലെ ഒരു ജീവചൈതന്യം, ഈശ്വര ചൈതന്യം. ഈ ജീവചൈതന്യം ഏത് പ്രകാരത്തിലാണോ ഒരു കൂട്ടിലിട്ട കിളി കൂട്ടിൽ നിന്ന് പറന്നു പോകുന്നത്, അതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് ബഹിർഗമിക്കുമ്പോഴാണ് മരണം ഉണ്ടാവുന്നത്. നിഹിയാനം, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാത്ത രീതിയിലുള്ള പോക്ക് എന്നാണ് നിര്യാണം എന്നുള്ളതിൻ്റെ അർത്ഥം. അതാണ് മരണം. അപ്പൊ ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും ജീവാത്മാവ് പോയി. പക്ഷേ അതിയോഗിയായിട്ടുള്ള നാരദർക്ക് തൻ്റെ യോഗശക്തി ഉപയോഗിച്ചിട്ട് ആ ജീവനെ തിരിച്ചു വിളിക്കാൻ സാധിച്ചു. ആ യോഗി ആ ജീവനെ തിരിച്ചു വിളിക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ചു വിളിച്ചിട്ട് മന്ത്രം കൊണ്ട് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ് ജീവ, നീ ഈ ശരീരത്തിലേക്ക് വീണ്ടും വാ. ഈ ശരീരത്തിലേക്ക് വീണ്ടും വന്നിട്ട് ഈ അമ്മയുടെയും അച്ഛൻ്റെയും ആളായിട്ട് ജീവിക്കുക, ഈ രാജ്യഭോഗങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു. ആരുടെ മുമ്പിൽ വെച്ച്? ഈ ചിത്രകേതുവിൻ്റെ മുമ്പിൽ വെച്ച്. നാരദരുടെ യോഗശക്തി കൊണ്ട് വിളിച്ചാൽ ജീവന് വരാണ്ട് പറ്റില്ല. ജീവൻ വന്നു. ആ മരിച്ചുപോയ ജീവനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു സങ്കല്പം ഒരു സാഹിത്യത്തിലും ഇല്ല. ഈ ഭാഗവതത്തിൽ മാത്രമേ ഉള്ളൂ. വി വേദവ്യാസൻ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. ഷേക്സ്പിയറുടെ നാടകങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രേതത്തിനെ ഒക്കെ കഥാപാത്രമായിട്ട് വരുന്ന രംഗങ്ങളുണ്ട്. അതേപോലെ ഈ യക്ഷി എന്നൊക്കെ നമ്മൾ പറയണേ മിസ്റ്റിക് കഥാപാത്രങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ ഒരിക്കലും മരിച്ചുപോയ ജീവനെ തിരിച്ചു കൊണ്ടുവരുന്നില്ല. ഇവിടെ കളയവരം അപ്പം വരാൻ പറഞ്ഞ് അച്ഛൻ്റെ ഈ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയെന്ന് പറഞ്ഞു. ജീവൻ അവിടെ നിന്ന് പിന്നെ ഒരു പ്രസംഗ നാരദരുടെ മുമ്പിൽ വന്ന്, അപ്പോൾ ഇവർക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുള്ള ശക്തി കൊടുത്തു. ജീവൻ വന്നിട്ട് വളരെ നമ്മൾ പറയില്ലേ കൂളായിട്ടെന്ന്, അതേപോലെ ചോദിക്കുക, അച്ഛനോ? ഏതച്ഛൻ? അമ്മയോ? ഏതമ്മ എന്നാണ് ജീവൻ നാരദരോട് ചോദിക്കണേ. ഏതാ എൻ്റെ അച്ഛൻ, ഏതാ എൻ്റെ അമ്മ? അപ്പോൾ നാരദർ ചോദിച്ചു, എന്താ അങ്ങനെ പറയണേ? ദേ ഇത് തന്നെ, ഞാനേ ഒരുപാട് ശരീരങ്ങളിൽ കൂടെ വന്നിട്ടുണ്ട്. മനുഷ്യരുടെ മാത്രമൊന്നുമല്ല. എനിക്ക് പൂച്ചമ്മ ഉണ്ടായിരുന്നു, പൂച്ചച്ഛനുണ്ടായിരുന്നു. എനിക്ക് നായമ്മ ഉണ്ടായിരുന്നു, നായച്ഛനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരുപാട് ശരീരങ്ങളിൽ കൂടെ കടന്നിട്ടാണ് ഇപ്പോൾ വന്നേക്കണേ. അപ്പം അതിൽ ഏതാ അച്ഛനാണ് ഏതമ്മയാണ് എന്ന് ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് ജീവാത്മാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ചിന്ത മാറി.
ചിത്രകേതുവിൻ്റെ, അതായിരുന്നു ഉദ്ദേശം. ഉടനെ ചിത്രകേതുവും ജീവാത്മാവ് തുടർന്ന് പറയുന്ന കുറേ വേദാന്ത തത്വങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഇതിലുണ്ടെന്ന്. അതിൽ ജ്ഞാനോപദേശം, ജ്ഞാനത്തിൻ്റെ ഭാഗമാണ് പിന്നീട് പറയുന്നത് മുഴുവനും. അതിലെന്താ പറയണതെന്ന് ചുരുക്കി ഞാൻ പറയാം. അതിൽ പറയണേ യഥാവസ്തൂനി പണ്യാനി ഹേ മാദീനി തതസ്തത പര്യടന്തി നരേഷ്വേവം ജീവോ യോനിഷു കർത്തൃഷു. നമ്മളിപ്പോൾ എനിക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഞാൻ കുറേ കാലം ജീവിച്ചു, വീട് കെട്ടി. ആ വീട്ടിൽ ഞാൻ കുറേ കാലം താമസിച്ചു. കുറേ ഫലവൃക്ഷങ്ങളൊക്കെ വെച്ചു, മാവും പ്ലാവും ഒക്കെ വെച്ചു, അതൊക്കെ കാച്ചു. തെങ്ങ് വെച്ചതിൻ്റെ ഒക്കെ തേങ്ങയുണ്ടായി തുടങ്ങി, ഒക്കെ ഞാൻ വെച്ചുണ്ടാക്കിയതാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഒരു സാഹചര്യം, മകൻ ബാംഗ്ലൂരാണ്, വയ്യാണ്ടായി, മകനെ ആശ്രയിച്ച് ജീവിക്കണം. എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ഥലം അവിടെ ഇട്ട് അനാഥാവും. ഞാനത് വിൽക്കുകയാണ്. വിറ്റ് ഞാൻ പോയി, മോൻ്റെ അടുത്തേക്ക് പോയി. കുറേ കാലം കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ളൊരു ദേവാലയത്തിൽ തൊഴാൻ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ പണ്ട് താമസിച്ച സ്ഥലം ഒന്ന് കാണണം എന്ന് പറഞ്ഞ് അവിടെ പോയി നോക്കുമ്പോൾ ഈ ഫലവൃക്ഷങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ പറയാണ്, ഞാൻ വെള്ളമൊഴിച്ച് വെച്ച് നനച്ചുണ്ടാക്കിയത് ഇത് എന്ന് പറയാണ്. എന്താ അതിൻ്റെ കാരണം? ആ മമത്വം, ആ മായ പോണില്ല. അത് പാടില്ല എന്നാണ് പറയണേ. നമ്മളത് വിറ്റു വേറൊരാൾക്ക് കൊടുത്തു, അത് കഴിഞ്ഞു, അതിൻ്റെ പണി കഴിഞ്ഞു. ഇതുപോലെ ജീവൻ പറയാണ്, ഈ ശരീരത്തിന് ഞാൻ ഉപേക്ഷിച്ചു പോയി, ഇനി ഈ ശരീരത്തിലേക്ക് ഞാൻ വരണ വിഷയമില്ല, ഈ ശരീരം എൻ്റെയുമല്ല, ഞാനുമല്ല. അപ്പം അതുകൊണ്ട് അത് നടപ്പുള്ള കാര്യമല്ല എന്ന് ജീവൻ പറയണം. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് ഇതുപോലെ പറയുന്നുണ്ട്. പ്രധാനമായിട്ട് ഇതാണ്. അവിടെ ഈ ജീവാത്മാവിന് എപ്പോഴും ശരീരത്തിലിരിക്കുമ്പോൾ ഒരു പ്രവണതയുണ്ട്. എന്താണ് പ്രവണത? പരമാത്മാവിലേക്ക് പോകണം എന്ന്. ഒരുപാട് ശരീരങ്ങളിൽ ഈ ജീവൻ ഇരിക്കുമ്പോഴും പോകാൻ പറ്റില്ല. പക്ഷേ ഈ ജീവൻ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഈ ജീവന് പരമാത്മാവിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതാണ് മനുഷ്യജന്മത്തിൻ്റെ ശ്രേഷ്ഠത. പക്ഷെ എന്ത് വേണം? ഈ ശരീരം പല പ്രവൃത്തികളും ചെയ്യണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. ആ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പുരുഷാർത്ഥങ്ങളിൽ നാലാമത്തേതായിട്ടുള്ള മോക്ഷാവസ്ഥ എന്ന് പറയുന്നതാണ് ഈ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കല്. അത് സാധ്യമാകണം എന്നുണ്ടെങ്കിൽ ഈ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോഴേ പറ്റുള്ളൂ. പരിശ്രമിക്കുകയും വേണം. നമ്മളൊക്കെ എന്താ? ധർമ്മം ഓക്കെ, അർത്ഥം അതിലുമൊക്കെ, കാമം അതിലുമൊക്കെ കഴിഞ്ഞു, മരിച്ചു, പോയി. മോക്ഷത്തിലേക്ക് എത്തണില്ല. എന്താ കാരണം? ഈ കാലങ്ങളിലൊന്നും ആ മോക്ഷത്തിലേക്ക് എത്തേണ്ടവനാണ് ഞാൻ, എൻ്റെ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം അതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അതിനനുസരിച്ചുള്ള ഒരു ജീവിതം ഉണ്ടാവണില്ല, അതിനനുസരിച്ചുള്ള ഒരു സാധന ഉണ്ടാവണില്ല, പ്രവർത്തനം ഉണ്ടാവണില്ല. അങ്ങനെ വരുമ്പോൾ മോക്ഷത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. ജന്മം വ്യർത്ഥം വിഫലം എന്നാ പറഞ്ഞത്. എന്ത് പറഞ്ഞു? അതായത് ശങ്കരാചാര്യരുടെ പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കണം. എത്ര ലളിതമായിട്ടാണ് ഇതിനൊക്കെ ഓരോരോ ഉപമകളിൽ കൂടെയൊക്കെ പറഞ്ഞിട്ടുള്ളതെന്നറിയോ? ശങ്കരാചാര്യരുടെ മിക്കവാറും പ്രകരണങ്ങളൊക്കെ ചെറിയ ശ്ലോകങ്ങളാണ്, അനുഷ്ഠിപ്പൊക്കെയുള്ള ശ്ലോകം. പക്ഷേ അദ്ദേഹം ശ്രദ്ധരാവൃത്തത്തിൽ എഴുതിയിട്ടുള്ള ഒരു പ്രകരണ ഗ്രന്ഥമുണ്ട്. 100 ശ്ലോകങ്ങളാണ്. ശതശ്ലോകി എന്ന് അതിനൊരു പേരുണ്ട്. വേദാന്ത കേസരി എന്നാണ് അദ്ദേഹത്തെ പേര്. അതിലൊരു ശ്ലോകത്തിൽ പറയണത് എന്താ അറിയോ? നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുകയാണ്. എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു സ്വസ്ഥതയൊക്കെ ഉണ്ട്, ഇല്ലേ? സുഖമാണ്. ചിലർ പറയും എവിടെ പോയാലും വൈകുന്നേരം എനിക്ക് വീട്ടിലെത്തണം, എൻ്റെ വീട്ടിൽ കിടന്നാലും എനിക്ക് ഉറക്കം വരുള്ളൂ, ഇല്ലേ? നമ്മൾ എത്ര പേര് അനുഭവിക്കേണ്ടത്? എന്താ കാരണം? എൻ്റെ വീടാകുമ്പോൾ എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് ഒരു സുഖമുണ്ട്. പക്ഷെ എന്താ പറയണേ? അപ്പം നമ്മളുടെ ഈ ദേഹം നമ്മുടെ വീടാണ്. അതിൽ അധിവസിക്കുന്ന ജീവൻ ആണ് ആ വീട്ടുകാരൻ, ഗൃഹസ്ഥൻ. പക്ഷേ ഒരു കാര്യം മറക്കരുതെന്നാ പറഞ്ഞ് ശങ്കരാചാര്യര്. നിങ്ങളിപ്പോൾ താമസിക്കണതേ നിങ്ങളുടെ വീടാണ്, ശരിയാണ്. പക്ഷെ നിങ്ങൾക്കൊരു ജനിച്ച തറവാടുണ്ട്. ആ തറവാട് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ വീടാണെന്ന് പറയുന്ന നിങ്ങളുടെ വീട്ടിൽ താമസിക്കുമ്പോഴും
നിങ്ങളൊരു അതിഥിയെ പോലെ ജീവിക്കാവൂ. എന്താ അതിഥിയെ പോലെ എന്ന് പറഞ്ഞേ? ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി. കുറച്ചു നേരം കണ്ടു, സന്തോഷിച്ചു, സ്നേഹം പങ്കിട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും കാപ്പി കുടിച്ചു, ചായ കുടിച്ചു, ഊണും കഴിച്ചു. ഞാൻ ഇനി ഇവിടുന്ന് 1 മാസം കഴിഞ്ഞ് പോണോട്ടോ എന്ന് ഞാൻ ആ കൂട്ടുകാരനോട് പറയുമോ? കൂട്ടുകാരൻ ചിലപ്പോൾ ഇങ്ങോട്ട് പറയും, താനെന്തിനാ ഇത്ര കാലമായി കണ്ടിട്ട്, ഇന്നെന്തിനാ പോണേ, കുറച്ച് ദിവസം കഴിയട്ടെ, 2 ദിവസം കഴിയട്ടെ എന്നൊക്കെ പറയും. നമുക്ക് ഒരു തിരക്കുമില്ലെങ്കിലും നമ്മൾ എന്താ പറയുക? അയ്യോ, ചെന്നിട്ട് വേണം അത് ചെയ്യാൻ, ഇത് ചെയ്യാൻ. എന്താ തിരക്ക്, നമ്മൾ പോരും ഇല്ലേ? കാരണം നമുക്ക് അവിടെ അങ്ങനെ അങ്ങോട്ട് കൂടാൻ ഒരു സുഖമില്ല. അതുപോലെയുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാവണം എന്നാ പറയണേ. നിങ്ങളുടെ വീട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ മനസ്സിലാവുമ്പോഴും തിഷ്ഠൻ ഗേഹേ നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോഴും ഗൃഹേശനാണെങ്കിലും ഗൃഹേശോപി അതിഥിരിവ നിജം ധാമഗന്ധം ചികീർഷു എന്നാ ശങ്കരാചാര്യ പറഞ്ഞത്. നിജം ധാമ എന്ന് പറഞ്ഞ തറവാടിന് നിങ്ങളുടെ ശരിക്കുള്ള വീട് പരമാത്മാവ് അവിടെയേ. അങ്ങോട്ട് പോകാനുള്ളൊരു ത്വര, അവിടെ എത്തണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് സദാസമയം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ഞാൻ നേരത്തെ പറഞ്ഞ പരിശ്രമം നടക്കുള്ളൂ. ആ പരിശ്രമം നടന്നാൽ മാത്രമേ ഈ മനുഷ്യജന്മത്തില് ഈ മോക്ഷപ്രാപ്തി ഉണ്ടാവുള്ളൂ. ഉണ്ടായില്ലെങ്കിൽ വേറൊരു ശരീരം, ഒരു പൂച്ചയുടെ ശരീരത്തിലേക്ക് പിന്നെ പോണേന്നുണ്ടെങ്കിൽ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല, എത്തില്ല. അതാണ് ഈ മനുഷ്യജന്മത്തിൻ്റെ ശ്രേഷ്ഠത. അതെല്ലാവരും മനസ്സിലാക്കണം എന്നാണ് ഈ ജീവൻ പറയണത്. അപ്പം അതുകൊണ്ട് ഞാനിതിലേക്ക് തിരിച്ചു വരണ ഒരു കാര്യമൊന്നും നടക്കില്ല നാരദരെ എന്ന് പറയാണ് ചെയ്യണേ. ഇത് സാക്ഷ്യം വഹിക്കുകയാണ് ആര്? ചിത്രകേതു. ഉടനെ ചിത്രകേതുവിന് ബുദ്ധി ഉദിച്ചു. അങ്ങനെ ചിത്രകേതുവിൻ്റെ ആ ജ്ഞാനതലം ഉയർന്നു. അപ്പോൾ ജ്ഞാന ഉപദേശം കൊണ്ട് ഈ സത്രത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വാമിജി എപ്പോഴും പറയും, ഇതര സത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയ ഘടകം ഇത് തത്വസമീക്ഷാ സത്രം എന്നുള്ളതാണ്. ഭാഗവതത്തിലെ കഥകളിൽ കൂടെ വേദവ്യാസൻ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കലാണ് ഈ സത്രത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും. അതാണ് ഇവിടുത്തെ പ്രവക്താക്കളെ ഒക്കെ തെരഞ്ഞെടുത്ത പ്രവക്താക്കളാണ് ഇവിടെ വരുന്നത്. അവർക്ക് സാധിക്കും അത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. അത് ഒരു ഉപഭോക്താക്കളാണ് ശ്രോതൃവൃന്ദം. അതിനൊരു സാഫല്യം കിട്ടണമെങ്കിൽ ഇത് ജീവിതത്തിൽ പകർത്തണം. തൻ്റെ അടുത്ത തലമുറയ്ക്ക്, മക്കളായാലും വേണ്ടില്ല, പേരക്കുട്ടികളായാലും വേണ്ടില്ല. ഞാൻ പറയാം, പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നാ. കാരണം അച്ഛനും അമ്മയ്ക്കൊന്നും സമയം ഉണ്ടാവില്ല, തിരക്കാവും. ഈ മുത്തശ്ശിമാർക്ക് എന്താ പണി? ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഈ വീട്ടിലിരിക്കുന്ന മുത്തശ്ശിമാർക്കൊക്കെ എന്താ പണി? ഈ പേരക്കുട്ടികളെ നന്നാക്കല, അല്ലാണ്ട് ഒരു പണിയില്ല. അവർക്ക് ഈ പുരാണം കഥയൊക്കെ പറഞ്ഞു കൊടുക്കുക, ചിത്രകേതുവിൻ്റെ കഥ. എന്ത് രസം ഈ കഥയൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അതൊക്കെ പറഞ്ഞു കൊടുക്കുക. അതേപോലെ ചെയ്യണം. സന്യാസിമാരും അതെ. ഇവിടെ ശിവപ്രിയ മാതാജി എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. 24 മണിക്കൂറും ശിവപ്രിയ മാതാജി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കല, അവരെ നന്നാക്കി കൊണ്ടിരില്ല. അതുപോലെ ഒരു മാതൃക ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ശിവപ്രിയ മാതാജി മുമ്പിൽ കണ്ടോണ്ട് എല്ലാവരും മുത്തശ്ശിമാരൊക്കെ അതാ ചെയ്യേണ്ടത്. ഞങ്ങളൊക്കെ അങ്ങനെ കേട്ടുകൊള്ളണത്. എൻ്റെ മുത്തശ്ശിയൊക്കെ എനിക്ക് ഭാഗവതത്തിലെ കഥയൊക്കെ കുട്ടിക്കാലത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണെന്നുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ ഇന്ന് ഇരിക്കാൻ പറ്റണത്. ഞാനതിൽ വിശ്വസിക്കുന്ന ആളാണ്. ആ സ്മരണയോടുകൂടി എൻ്റെ കുഞ്ഞച്ഛൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ അനുഗ്രഹം, അല്ലാണ്ട് ഒന്നുമല്ല. അപ്പൊ ആ പക്വത വന്നപ്പോ ഈ കഥകളൊക്കെ കേട്ടിട്ട് ഈ പക്വത വന്നു. ആർക്ക്? ഈ ചിത്രകേതുവിന്. ഉടനെ ഒട്ടും വൈകിയില്ല, നാരദര് പറഞ്ഞു, വിദ്യാധരമൂർത്തി ആരാണെന്നറിയോ? അനന്തനാണ്, സംഘർഷണമൂർത്തിയാണ്. ആ സംഘർഷണമൂർത്തിയുടെ വളരെ വിശേഷപ്പെട്ട ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം നിനക്ക് ഉപദേശിക്കാം, അങ്ങനെ നിനക്ക് വിദ്യാധരത്വം കിട്ടും. അത് തുറന്നു പറഞ്ഞു, വിദ്യാധരത്വം കിട്ടുന്നുള്ളത്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ മന്ത്രം ഉപദേശിക്കണേ. 8 ശ്ലോകങ്ങളിലായിട്ട് ഒരു സംഘർഷണ മന്ത്രമുണ്ട് ഇതില്. ഈ ചിത്രകേതുപാഖ്യാനം വളരെ വിശേഷപ്പെട്ടതാണ്. അതില് ഈ മന്ത്രം വളരെ വിശേഷപ്പെട്ടതാ. അതില് ഓം നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ ധീമഹി
പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ച നമോ വിജ്ഞാനമാത്രായ പരമാനന്ദമൂർത്തയേ ആത്മാരാമായ ശാന്തായ നിവൃത്തദ്വൈതദൃഷ്ടയേ ആത്മാനന്ദാനുഭൂത്യൈവ ന്യസ്തശക്തിർമയേ നമഃ ഋഷികേശായ മഹതേ നമസ്തേ വിശ്വമൂർത്തയേ. നമുക്കൊന്നും വിദ്യാധരത്വം അഭിലഷിക്കണ്ട, പക്ഷേ ഇത് ജപിക്കണോണ്ട് എന്താ കുഴപ്പം? ഇടയ്ക്ക് ഈ പുസ്തകമൊക്കെ ഒന്ന് എടുക്കുക. 16-ാമത്തെ അധ്യായത്തില് 6-ാമത്തെ സ്കന്ധത്തില് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തൊന്ന് ജപിച്ചോളൂ. കുട്ടികളെയൊക്കെ ഒന്ന് പഠിപ്പിച്ചോളൂ. അവരോട് ജപിക്കാൻ പറഞ്ഞോളൂ. ഒരപകടവും ഇല്ല. അങ്ങനെ 8 ശ്ലോകങ്ങളിലായിട്ട് ഇത് പറഞ്ഞു കൊടുക്കും. അത് അനുഷ്ഠിക്കേണ്ട വിധിയും പറഞ്ഞു കൊടുക്കും. അപ്പോൾ ചിത്രകേതുവിന് മനസ്സിന് വേണ്ട വിധത്തിലുള്ള ഉത്കർഷം ഉണ്ടായ സമയമായോണ്ട് അതുപോലെ തന്നെ ചെയ്തു. ചിത്രകേതുസ്തു വിദ്യാം താം യഥാ നാരദ ഭാഷിതാം. ആ നാരദൻ പറഞ്ഞു കൊടുത്ത പോലെയുള്ള ആ വിദ്യ അഭ്യസിച്ചു. ധാരയാമാസ സപ്താഹം അഭക്ഷ. ഒരു ഭക്ഷണവും കഴിക്കാണ്ട് 7 ദിവസം ജപിച്ചു. സുസമാഹിത. ഭക്ഷണം കഴിച്ചില്ല എന്ന് മാത്രമല്ല, മറ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പഥ്യവും ചെയ്തില്ല. ഒരു അക്ഷരവും പിഴയ്ക്കാണ്ട് കൃത്യമായിട്ടിത് ജപിച്ചു. വെറും ജലപാനം മാത്രമായിട്ട്. അപ്പം എന്തുണ്ടായി? തതശ്ച സപ്തരാത്രാന്തേ വിദ്യയാധാര്യമാണയ വിദ്യാധരാധിപത്യം സലേഭേ. ആ വിദ്യാധരാധിപത്യം എന്ന് പറയുന്ന ഒരു സിദ്ധി കിട്ടി ചിത്രകേതുവിന്. വിദ്യാധരനായി. ആ വിദ്യാധരനായി കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു? ആ വിദ്യാധരത്വം കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാധരത്വത്തിൻ്റെ അധിദേവതയായിട്ടുള്ള സംഘർഷണമൂർത്തിക്ക് പിന്നെ ഇരിക്കപ്പുറതിയില്ല. അത് കിട്ടിയ ആളുടെ മുമ്പിൽ അപ്പം പ്രത്യക്ഷപ്പെടണം. ഉടനെ തന്നെ ഈ ചിത്രകേതുവിൻ്റെ മുമ്പിൽ ഭഗവാൻ അനന്തൻ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യണത്. ഒരു ഗംഭീര വർണ്ണനയുണ്ട് അനന്തൻ്റെ ആ രൂപം. മൃണാള ഗൗരം ശിതിവാസ സംസ്ഫുരത് കിരീടകേയൂരകട്ടിത്ര കങ്കണം പ്രസന്നവക്രാരുണലോചനം തം ദദർശ സിദ്ധേശ്വരമണ്ഡലൈ പ്രഭും എന്ന് പറയും. അത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ 3 ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത രംഗാണ്. ഭക്തി എന്ന് പറയുന്ന ഒരു ഭക്തി യോഗത്തിന്, ജ്ഞാനയോഗത്തിനും കർമ്മയോഗത്തിനും ഇല്ലാത്ത ഒരു വ്യത്യാസം. അതൊരു വൈകാരിക ഭാവമാണ് ഭക്തി. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഭക്തി അഭ്യസിക്കാൻ വേഗം പറ്റണത്, ജ്ഞാനം അഭ്യസിക്കണേക്കാളും കർമ്മയോഗം അഭ്യസിക്കണേക്കാട്ടിലും. എന്താ അത് കാരണം? നമ്മൾ ഗുരുവായൂരൊക്കെ തൊഴാൻ പോകുമ്പോൾ ചിലർ കണ്ടിട്ടുണ്ടാവും, നമ്മളും ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ തൊഴുത് കുറച്ച് കഴിയുമ്പോഴേക്കും കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും. എന്തൊക്കെയോ പ്രാർത്ഥിക്കാൻ തുടങ്ങും. കൃഷ്ണ എന്ന് വിളിക്കുമ്പോഴേക്കും ഗദ്ഗതായി ഇല്ലേ, ഗുരുവായൂരപ്പാന്നൊക്കെ പറയാൻ പറ്റാണ്ടാവും. അപ്പോൾ ഈ രോമാഞ്ചം, ആനന്ദാശ്രുക്കള്, ഗദ്ഗതം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഭാവമാണ്. ഇതെല്ലാം ഉണ്ടായി. തദ്ദർശനധ്വസ്ത സമസ്ത കിൽബിഷ സ്വച്ഛാമലന്തകരണോഭ്യയന്മുനി. ഈ ഇദ്ദേഹത്തിന് ഭഗവാനെ ഇങ്ങനെ മുമ്പിൽ കണ്ടപ്പോൾ പ്രേമോ പരുദ്ധ അഖിലവർണ്ണ നിർഗമോ, ശബ്ദമൊന്നും പുറത്തേക്ക് വരാണ്ടായി. ഗദ്ഗതം വന്നിട്ട് നമസ്കരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശ്വാസം കിട്ടിയപ്പോൾ ഒരു ഗംഭീര പ്രാർത്ഥനയാണ്. അതാണ് ഇതിലെ ഭക്തി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. വൈരാഗ്യഭാവവും ജ്ഞാനഭാവവും ഒക്കെ ആ ജീവന്റെ കഥ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടി. ഇവിടെ ഭക്തിയുടെ ഒരു ഭാവമാണ്. ഈ സ്തുതിക്ക് വളരെയധികം പ്രത്യേകതയുണ്ട്. ഈ ഭാഗവതം പഠിക്കണം. പഠിക്കുമ്പോൾ ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി തന്നെ പഠിക്കണം, ആസ്വദിച്ച് പഠിക്കണം. അത്ര മധുരാണ് ഭാഗവതം. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വേദവ്യാസ ഭഗവാൻ ഇത് എഴുതുമ്പോൾ ഒരുപാട് വൃത്തങ്ങളുണ്ട് ഇതിൽ. വൃത്തം എന്ന് പറഞ്ഞാൽ അറിയാലോ, അനുഷ്ടുപ്പാണ് അധികവും. പക്ഷെ അതോടൊപ്പം തന്നെ ഇന്ദ്രവർജ്ര, ഉപജാതി, വസന്തതിലകം, ഇങ്ങനെ ഒരുപാട് വൃത്തങ്ങളുണ്ട്. പക്ഷേ പരിശോധിച്ചാൽ മനസ്സിലാവും, ചില വൃത്തങ്ങൾ ആകെ ഒരു സ്ഥലത്തെ ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ ഒരു സ്ഥലത്തും അത് ഉപയോഗിച്ചിട്ടില്ല.
ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഗോപികാഗീതം. സമ്മത എന്ന് പറയുന്ന ആ വൃത്തം ആ സന്ദർഭത്തിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതേപോലെ യുഗളഗീതമുണ്ട്, ആ വൃത്തം അവിടെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ് ശ്രുതിഗീത. വളരെ പ്രധാനപ്പെട്ട ദേവതകൾ വന്ന് ആ വന്ദിക്കുന്ന ഒരു രംഗമുണ്ട്. ആ വന്ദിക്കുന്ന ആ ശ്ലോകങ്ങളൊക്കെ നർക്കുടകം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ളൊരു വൃത്ത. അജിത അജിത എന്ന് അജിത അജിത എന്നല്ല, അത് ഇതാണ് ഒരു പ്രത്യേക വൃത്തത്തിലാണത്. അതിവിടെ നമ്മുടെ നിഗമാനന്ദ സ്വാമിജി ചലന കേട്ട് കഴിഞ്ഞാൽ കോരിത്തരിക്കും. കേൾക്കാൻ നിങ്ങൾക്ക് വരും ഭാഗമാകുമ്പോൾ. അത് മധുരമായി ചെല്ലാൻ പറ്റുന്ന ഒരു ഭാഗം. ഇതൊക്കെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വേദവ്യാസ ഭഗവാൻ അതിനൊരു പ്രത്യേക പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്നാ. അതുപോലെയാണ് ഈ ചിത്രകേതുവിൻ്റെ സംഘർഷണ സ്തുതി. ഞാൻ നേരത്തെ പറഞ്ഞു സംഘർഷണം മന്ത്രം എല്ലാവരും ജപിക്കണമെന്ന്. ഇതും ജപിക്കണം. അത് 8 ശ്ലോകമായിരുന്നു, ഇത് 15 ശ്ലോക. ആ ശ്ലോകം ഓരോന്നും വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. ഇവിടെ സമയമില്ല, കുറച്ച് നേരം കൂടിയേ ഉള്ളൂ എനിക്കിത് ഉപസംഹരിക്കണ്ടേ. അപ്പം അതുകൊണ്ട് ഞാൻ അതിൽ ഒരു ആദ്യത്തെ ശ്ലോകം മാത്രം ഒന്ന് സ്പർശിക്കാം. അജിത ജിത സമമതിഭി സാധുഭിർഭവാൻ ജിതാത്മഭിർഭവത വിജിതാസ്തേപി ച ഭജതാം അകാമാത്മനാം യ ആത്മദോതി കരുണ. എന്താർത്ഥം? വിളിച്ചതാ എങ്ങനെയാ ഭഗവാനെ? അജിത എന്നാ വിളിച്ചത്. അജിത എന്ന് പറഞ്ഞ അർത്ഥം ആർക്കും ജയിക്കാൻ പറ്റാത്തവനെ. എന്താ വിളിച്ചേ? ആർക്കും ജയിക്കാൻ പറ്റാത്തവനെ. അടുത്ത വരി എന്താ? അടുത്ത അക്ഷരം എന്താ അറിയോ? വാക്കെന്താ അറിയോ? ജിത സമമതിഭി. തോറ്റുപോയി അങ്ങ്. ആര്? ആർക്കും ജയിക്കാൻ പറ്റാത്തവനെ തോറ്റുപോയി. ആരുടെ മുമ്പില്? സമമതിഭി സാധുഭി, സജ്ജനങ്ങളുടെ മുമ്പില്. എങ്ങനത്തെ സജ്ജനങ്ങള്? സമമതിഭി, എല്ലാത്തിനെയും ഒന്നായിട്ട് കാണുന്ന, ദ്വന്ദ്വഭാവം ഇല്ലാത്ത, എല്ലാവരെയും ഒരേ കണ്ണോടുകൂടി ഒരേപോലെ കാണാൻ സാധിക്കുന്ന സാധുക്കളുടെ മുമ്പിൽ അങ്ങ് തോറ്റുപോയി. ഒരു വിശേഷണം കൂടിയും പറഞ്ഞു അവർക്ക്, ജിതാത്മഭി. അങ്ങനെ എല്ലാവരെയും ഒരുപോലെ കാണണമെന്നുണ്ടെങ്കിൽ വാക്കുകൊണ്ടും നാക്കൊണ്ടും പറഞ്ഞാലൊന്നും ആവില്ല. എന്തു വേണം? അവനോന്റെ മനസ്സിനെ അവനോന്റെ നിയന്ത്രണത്തിൽ വരണം. എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സ്വാധീനിക്കാനും ആർക്കാ പറ്റുക? എനിക്ക് മാത്രമേ പറ്റുള്ളൂ. വേറൊരാൾക്കും എൻ്റെ മനസ്സിനെ പിടിച്ചു കെട്ടാനോ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറയാനോ പറ്റില്ല. എനിക്ക് പറ്റും. മിണ്ടരുന്ന് പറയാൻ മിണ്ടില്ല. ഇന്ന് ഭക്ഷണമില്ല പറയാൻ ഭക്ഷണമില്ല, ഉപവസിക്കില്ല. അതല്ലേ മനസ്സിനോട് പറയണ കാലത്ത് തന്നെ ഇന്ന് ഭക്ഷണമില്ല കേട്ടോ, പിന്നെ വിശക്കില്ല. അത് സാധിക്കണമെങ്കിൽ എന്ത് വേണം? ജിതാത്മഭി. അത് പറഞ്ഞു. അങ്ങനെയുള്ള സാധുക്കളാൽ അങ്ങ് തോറ്റുപോയി. എന്നുവെച്ചാൽ എന്താർത്ഥം? അങ്ങ് അവർക്ക് അടിമപ്പെട്ട ആളാണ് എന്ന് പറയാണ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? ഭജതാം ആത്മകാമാനാം ആത്മദഹ. അങ്ങയെ സേവിക്കുന്നവര്, ഭജിക്കുന്നവർക്ക് അങ്ങയുടെ ആത്മാവിനെ തന്നെ പറിച്ചു കൊടുക്കും. അങ്ങനത്തെ കാരുണികനാണ്. അതികരുണഹ അങ്ങ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ശ്ലോകം. അവിടുന്ന് പിന്നെ 15 ശ്ലോകങ്ങളാണ്. അതിമധുരം, അതിഗംഭീരം. ആ വൃത്തം ആര്യാവൃത്തായോണ്ട് ചൊല്ലാൻ ഒരു പ്രത്യേക വശത്തിൽ വേണം ചൊല്ലാൻ. പക്ഷെ നല്ല രസമാണ് ചൊല്ലാൻ. അജിത ജിത സമമതിഭി സാധുഭിർഭവൻ ജിതാത്മഭിർഭവത വിജിതാസ്തേപി ച ഭജതാം അകാമാത്മനാം യ ആത്മദോതി കരുണ. ആ ഭഗവാനെ ഭജിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് മുഴുവൻ പറഞ്ഞപ്പോൾ നേരം ഇല്ല. അകാത്മനാം എന്ന് പറഞ്ഞു, അകാമാത്മനാം എന്ന് പറഞ്ഞു. ഒരു എന്താ പറയുക, ഒരു ലിസ്റ്റ് കൊടുത്തിട്ടൊന്നും പ്രാർത്ഥിച്ച കാര്യമില്ല. അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം, ഇതൊക്കെ സാധിച്ചെന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആ പരിപാടി വരില്ല. അൺകണ്ടീഷണലായിരിക്കണം. ഭഗവാൻ വേണം, അതിൽ കവിഞ്ഞൊന്നും വേണ്ട എന്നുള്ള ഒരവസ്ഥയിൽ ഭജിക്കണവർക്കാണ് ഭഗവാൻ ആത്മധനാവുക. നാരായണീയത്തിലെ ശ്ലോകം കൊണ്ട് ഇപ്പോൾ വ്യാഖ്യാനിക്കാൻ നേരമില്ല.
കാരുണ്യ കാമമന്യം എന്ന് പറയുന്ന ആ ശ്ലോകം ഉണ്ടല്ലോ, അതിൽ പറയുന്നത് എന്താണ്? ആത്മദസ്ത്വ എന്ന് പറയുന്നുണ്ട്. അങ്ങയെ തന്നെ കൊടുക്കുന്ന ആളാ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ശ്ലോകമുണ്ട്. അത് ഓർത്തുന്നേ ഉള്ളൂ. അങ്ങനെ ആ സ്തുതി കഴിയാണ് ചെയ്യണേ. ആ സ്തുതി കഴിയുമ്പോൾ അതിൽ അവസാനത്തെ ശ്ലോകം കൂടി ജസ്റ്റ് ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് പറയുന്നുണ്ട് അപ്പുറം. അതിൽ അവസാനിപ്പിക്കണതിന് ദുരവസിത ആത്മഗതയെ കുയോഗിനാം എന്ന് പറയുന്നുണ്ട്. കുയോഗികൾക്ക്, കുയോഗി എന്ന് പറഞ്ഞാൽ ഭക്തിയൊന്നുമില്ല, പാഖണ്ഡന്മാരായിട്ട് ഇതിനെയൊക്കെ പുച്ഛിച്ചും വിമർശിക്കും നടക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ട് തിരികെ വേണ്ട, തിരിഞ്ഞു നോക്കുക വേണ്ട, അങ്ങ് അപ്രാപ്യനാണ് എന്ന്, വേണ്ട പോലെ ഭക്തിയില്ലാത്തവർക്ക് അപ്രാപ്യനാണ് എന്നൊരു വിശേഷണവും കൂടി അവിടെ പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. ഭഗവാൻ പ്രത്യക്ഷമായി കഴിഞ്ഞിട്ട് ഭഗവാൻ കൊടുക്കുന്ന ഒരു ജ്ഞാനോപദേശമുണ്ട്. ആ 16-ാമത്തെ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ജ്ഞാനോപദേശം കൂടി കിട്ടിയപ്പോഴാണ് ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ പരിപൂർണനായ ഒരു വിദ്യാധരനായിട്ട് മാറി. ആര്? ചിത്രകേതു. അങ്ങനെ ചിത്രകേതു, വിദ്യാധരന്മാർക്ക് പല കഴിവുണ്ട്, പല സിദ്ധിയുണ്ട്. എന്താണ്? ആകാശഗമനം. അപ്പോൾ ഈ ആകാശത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കാനൊക്കെ ഉള്ള കഴിവ് അവർക്കുണ്ട്. അങ്ങനെ ഇവരെ ആകാശഗമനം നടത്തുക. ആര്? ചിത്രകേതു. ചിത്രകേതു ഇങ്ങനെ ആകാശത്തിൽ കൂടെ പോയപ്പോൾ തോന്നി എവിടെ വേണമെങ്കിലും പോവാം, നല്ല രസമാണ്. അങ്ങനെ കൈലാസം കാണണമെന്ന് തോന്നി. വിട്ടു വണ്ടി. ഉടനെ വിമാനത്തിൽ പോയി ആകാശഗമനത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ എന്താ കഥ എന്നറിയോ? അതാണ്, എത്ര വിദ്യാധരത്വം കിട്ടിയാലും ആ ഭഗവത്ഗീതയിൽ എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞേക്കണേ. സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതേ ജ്ഞാനവാനപി. ഇത്ര അറിവുണ്ടായാലും കാര്യമില്ല, ആ സ്വന്തം പ്രകൃതിക്ക് അനുസരിച്ചേ മനുഷ്യൻ പെരുമാറുള്ളൂ. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതേഹേ. അവനവൻ്റെ പ്രകൃതിക്ക് അനുസരിച്ചേ അവൻ ചെയ്യുള്ളൂ. ജ്ഞാനവാനപി. വലിയ ജ്ഞാനിയാണെങ്കിൽ പോലും അറിവ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല എന്ന പോലൊരു അബദ്ധം പറ്റിയ ആൾക്ക്. എന്താ പറ്റിയെന്നറിയോ? ആളിങ്ങനെ പോവാണ്, വിദ്യാധരനൊക്കെ ആയില്ലേ, അങ്ങനെ പോയി. കൈലാസത്തിൽ ചെന്നപ്പോൾ അവിടെ എന്താ കഥ എന്ന് കണ്ടാൽ, ഭഗവാൻ ഇരിക്കണുണ്ട്, കുറേ മുനികളിങ്ങനെ ചുറ്റും ഇരിക്കണുണ്ട്. ഭഗവാൻ ആത്മതത്വം അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണുണ്ട്. അതിൽ അപകടമൊന്നും തോന്നിയില്ല ആർക്ക്? ചിത്രകേതുവിന്. പക്ഷെ ഒരു അപകടമുള്ള സംഭവം അവിടെ ഉണ്ടായി. എത്ര പാർവതി പിടിച്ച് മടിയിലിരുത്തിയേക്കുക, എന്നിട്ടിങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മമ്മിയൂർ പോയിട്ടില്ലേ നിങ്ങൾ? അവിടുത്തെ ധ്യാനം അങ്ങനെയാ. ഭഗവാൻ ഇങ്ങനെ ദേവിയെ ചേർത്ത് പിടിച്ചിരിക്കണ ഒരിതാണ്. അപ്പം ഇത്രയും മുനിമാരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണേ. ഇത്രയും മുനിമാരൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ അപ്പോൾ വേണോ ഈ പാർവതിയെ മടിയിലിരുത്തിയിട്ട് അതുപോലെ അണിയറയിലോ ഒക്കെ പോയിട്ട് പോരെ എന്ന ഒരു തോന്നിപ്പോയി. എന്താ ചെയ്യുക? പക്ഷേ ഉമാമഹേശ്വര സത്യം എന്താണെന്ന് മനസ്സിലാക്കിയില്ല അല്ലേ? ശിവശക്തിയായുക്തോയ ദിഭവതി ശക്ത പ്രഭവിതും. ഭഗവാന് അവിടെ ഇരുന്നിട്ട് ഈ മുനിഗണങ്ങൾക്ക് ആത്മോപദേശം കൊടുക്കാൻ പറ്റുന്നത് ആരുടെ മിടുക്കുക? ദേവി കൂടെ ഉള്ളതുകൊണ്ടാ, അല്ലാണ്ട് ഭഗവാന്റെ മിടുക്കല്ല. അതാ ശങ്കരാചാര്യ പറഞ്ഞ ശിവശക്തിയായുക്തോ. ആ ശക്തി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രഭവിതും ശക്ത എന്ത് ചെയ്യാനും പറ്റുള്ളൂ. നച്ചേത് ഏവം ദേവോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ദേവൻ തന്നെ നഖാലു സ്പന്ദിതുമപി, അനങ്ങാൻ പറ്റില്ല എന്നാ പറഞ്ഞേ. ആ സത്യം അറിയാത്ത ചിത്രകേതു എന്ത് ചെയ്തു? അവിടെ ഇരുന്നിട്ട് ഒരു കമന്റ് അടിച്ചു. നമ്മളൊക്കെ കമന്റ് അടിക്കാന്ന് പറയില്ലേ? എന്താ പറഞ്ഞെന്നറിയോ? ഓർക്ക വിളിച്ച് പറഞ്ഞു, താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ സദസ്സിൽ ചെന്നിട്ട് ചോദിച്ചു, അയ്യയ്യേ എന്തായി കാണിക്കണേ പ്രാകൃതന്? പ്രായശ പ്രാകൃതശ്ചാപി സ്ത്രീയം രഹസി ബിഭ്രതി. എത്ര പ്രാകൃതനായാൽ പോലും സ്ത്രീകളിലൊപ്പം ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ചില മറയൊക്കെ വേണ്ടേ? എന്താ ഇങ്ങനെ മഹാവ്രതധരോ, അങ്ങ് വലിയ മഹാവ്രതധരനാണെന്നൊക്കെയാണ് കേൾക്കണേ. എന്നിട്ട് ഈ വൃത്തികേട് കാണിക്കുക എന്ന് ചോദിച്ചു. ഒന്നും വേണ്ടിയില്ലേ ഭഗവാൻ ഒന്നും മന്ദഹസിച്ചു. രസമുണ്ട് കേൾക്കാൻ, നിന്റെ കമൻ്റൊക്കെ കേമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദേവിക്ക് അത് കേട്ടപ്പോൾ ഇഷ്ടമായില്ല. ഇത് കേട്ട പെണ്ണുങ്ങൾ സഹിക്കുമോ? ദേവിയോടനെ ഒറ്റ ദേഷ്യം വന്നിട്ട് പറയാ, ഇത്യദ്വീര്യ വിദുഷി ബ്രുവാണേ ബഹു അശോഭനം
രുഷാഹദേവി ധൃഷ്ടായ നിർജിതാത്മാഭിമാനിനെ. നിന്റെ ആത്മാഭിമാനം കൊണ്ടാണ് നീ പറഞ്ഞേ. വിദ്യാധരത്വം നേടാനുള്ള അർഹത നിനക്കായിട്ടില്ല. അത് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെയല്ല കാണുക ഞങ്ങളെ, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ചിന്തിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ശാപാണ്. അയം കിമധുനാ ലോകേ ശാസ്താദണ്ഡധര പ്രഭോ അസ്മദ്വിധാനാം ദുഷ്ടാനാം നിർലജ്ജാനാം ച വിപ്രകൃത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, പോയി ഇനിയും ഒരു അസുരകുലത്തിൽ ജനിച്ച് ഒരു അസുരനായിട്ടൊക്കെ കുറെ കാലം ജീവിച്ച് ഒന്നും കൂടിയൊക്കെ നിനക്ക് ചില മാറ്റങ്ങളും ചില പക്വതകളും ചില സീസണിങ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ കിട്ടാനുണ്ട്. അത് കഴിഞ്ഞിട്ടായാൽ മതി വിദ്യാധരൻ. ഇപ്പം അങ്ങോട്ട് കേമനായിട്ട് പുറപ്പെടാറായില്ല. ഒരൊറ്റ ശാപ. അതാ പാപീയസീം യോനിം ആസുരീം യാഹി ദുർമതേ. ദുർമതേ എന്നാ വിളിച്ചേ. നീ ആസുരീം യോനിം യാഹി, നീ പോയിട്ടൊരു അസുരയോനിയിൽ ജനിക്ക്, ആ പാപീയസി ആയിട്ടുള്ള അവിടെ ജനിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ചിത്രകേതു അത്ര മോശക്കാരനൊന്നുമല്ല, അങ്ങനെ ഒരു തമാശ പറഞ്ഞതാ, അല്ലാണ്ട് ഇത് അറിയാത്ത ആളൊന്നുമല്ല. ദേവി ഇത്ര കോപിക്കാനൊന്നും ഇല്ല, കോപിക്കുമെന്ന് വിചാരിച്ചിട്ടുമില്ല, തെറ്റിദ്ധരിച്ചിട്ടാന്ന് മനസ്സിലായി. ഉടനെ എന്താ പറഞ്ഞതെന്നറിയോ? പോയി നമസ്കരിച്ചു ദേവിയെ, ഒരു ശാപമോക്ഷം ആവശ്യപ്പെട്ടില്ല. പ്രതിഗൃഹാമി തേ ശാപം. അമ്മയുടെ ഈ ശാപം ഉണ്ടല്ലോ, ദേ ഞാൻ വാങ്ങിക്കണു, 2 നീട്ടി വാങ്ങിക്കണു, ശിരസിൽ വെക്കണം. ശാപം ആത്മനോഞ്ജലിനംബികെ, കയ്യെ നീട്ടി ഞാൻ വാങ്ങിക്കണു. ദേവൈർമർത്യായ യത് പ്രോക്തം പൂർവദിഷ്ടം ഹി തസ്യ തത്. എൻ്റെ തലയിലെഴുത്ത് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതെനിക്ക് അനുഭവിച്ചേ പറ്റൂ. അതാണിതെന്നേ ഞാൻ വിചാരിക്കണുള്ളൂ. അമ്മ എന്നെ അനുഗ്രഹിക്കുക ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ആ തലയിലെഴുത്ത് ഇനി മാഞ്ഞു പോയല്ലോ, അപ്പം അതുകൊണ്ട് ഒരു വിഷമമില്ല, അങ്ങോട്ട് തന്നോളൂ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു. ഇത് ഭഗവാൻ കാണുക. അങ്ങനെ ചിത്രകേതു പോയി, ആ ശാപം കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോഴുള്ളൊരു ഡയലോഗാണ് രസം. ഭഗവാൻ ഉടനെ തന്നെ പറഞ്ഞു, ദേവി കണ്ടില്ലേ, അവൻ സംഘർഷണമൂർത്തിയുടെ ഭക്തനാ, മഹാവിഷ്ണുവിൻ്റെ ഭക്തനാണ്. മഹാവിഷ്ണുവിൻ്റെ ഭക്തന്മാരൊക്കെ ഇങ്ങനെയാണ്. ആരോടാ പറഞ്ഞത്? ഭഗവാൻ പാർവതിയോട് പറഞ്ഞതാ, നമ്മളോടാ പറയണേ. നമ്മൾ ജീവിതത്തിൽ സുഖമുണ്ടാവും, ദുഃഖമുണ്ടാവും, പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളുണ്ടാവും. പക്ഷെ ഇതൊക്കെ ഈശ്വര നിശ്ചയമാണ് എന്ന ഒരു ധാരണയോടും അറിവോടും ജ്ഞാനത്തോടും കൂടി സ്വീകരിക്കണം. എന്ത് ജീവിതത്തിലുണ്ടായാലും അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം. ഈ പഞ്ചസാരയ്ക്ക് മധുരം നൽകിയതാരാ? ഭഗവാനാ. കാഞ്ഞിരക്കായ്ക്ക് കയ്പ് നൽകിയതാരാ? അതും ഭഗവാനാ. സുഖവും ദുഃഖവും ഭഗവാന്റെ വരദാനാണ് എന്ന് വിചാരിച്ച് അത് സ്വീകരിക്കാൻ തയ്യാറാവണം എന്നുള്ള ഒരു ഉപദേശമാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഭഗവതിയോട് ഭഗവാൻ ഉപദേശിക്കുന്ന ആ രംഗത്തോടു കൂടിയാണ് ചിത്രകേതുവിൻ്റെ ഉപാഖ്യാനം ഇവിടെ സമാപിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ ആ വഴിക്ക് വഴി ആ സമയത്ത് തന്നെ പറഞ്ഞു. പക്ഷേ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മരണം എന്ന് പറയുന്നത് ഒരു അനിവാര്യമായ സംഭവമാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു. അത് സംശയമില്ല. തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതുമർഹസി. ഈ ഒരു വലിയ തത്വം ആണ് ഇതിലെ ആ ഋഷിവര്യന്മാരും ആ ജീവനും കൂടി നമ്മളെ പഠിപ്പിച്ചത്. മരണം പ്രകൃതി ശരീരിണാം എന്ന് പറഞ്ഞു. ഈ വേറൊരു സുഭാഷിതത്തിൽ പറയണത് വളരെ മനോഹരമായിട്ട് മരണത്തിനെ കുറിച്ച് പറയുന്നത്, സുഭാഷിതത്തിൽ പറയുന്നത് മരണത്തിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൂട്ടിലൊരു കിളിയിട്ടേക്കാണെന്ന് വിചാരിച്ച ആ കൂട് എങ്ങനത്തെയാണെന്നറിയോ? ഉദ്ഘാടിത നവദ്വാരേ 9 കൂട. നമ്മൾ സാധാരണ തത്തയിടുന്ന കൂടിന് എത്ര വാതിലുണ്ടാവും? ഒരു വാതിലേ ഉണ്ടാവുള്ളൂ. അതെങ്ങനെയാ? തീറ്റ കൊടുക്കാൻ കാലത്ത് തുറന്ന് തീറ്റ വെച്ച ഉടനെ അടയ്ക്കും, ഇല്ലെങ്കിൽ അത് പോവും. അല്ലേ? അങ്ങനെയല്ലേ ചെയ്യാം. ഈ കൂട്ടില് 9 വാതില, ഒരു വാതിലല്ല.
എങ്ങനെയാ വാതില്? ഉദ്ഘാടിത, തുറന്നു കിടക്കുക, അടപ്പില്ല. അതിന് വാതിലിന് അടപ്പില്ല. തുറന്നു കിടക്കുന്ന 9 വാതിലാ. ആ 9 വാതിലിൻ്റെ ഉള്ളിലുള്ള ഒരു കിളിയാ. വാതിലും കിളിയൊക്കെ ഏതാന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ശരീരമാണ് ഈ 9 നവദ്വാരങ്ങളുള്ള ശരീരം. അതിലാണ് ആരിയ്ക്കണത്? ഈ കിളി. ഉദ്ഘാടിത നവദ്വാരേ പഞ്ചരേ വിഹഗോനിലഹ. അതിലിരിക്കുന്ന പക്ഷി ആരാണ്? അനിലൻ. പ്രാണൻ എന്ന് പറഞ്ഞ വായുവാണ്, കാറ്റാണ്. കാറ്റിന്റെ സ്വഭാവം എന്താ? ഇവിടെ ഇരിക്കുക കാറ്റ് എന്ന് പറഞ്ഞ ഇവിടെ ഇരിക്കുവോ? അതതിൻ്റെ വഴിക്ക് പോവും. അങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്തൊരു സാധനത്തിന് അതിൽ വച്ചേക്കണത്. അതുകൊണ്ട് എന്തിനാണ് അതങ്ങോട്ട് പറന്നു പോയാൽ ഇത്ര പരിഭ്രമിക്കണേന്നാ ചോദിച്ചേ. ആ പ്രയാണേ വിസ്മയം കുത, അത് പോയില്ല, അവിടെ തന്നെ ഇരിക്കണമെന്നുള്ളതല്ലേ അത്ഭുതം എന്നാ ചോദിച്ചത്. യത്തിഷ്ഠതി തദാശ്ചര്യം, അവിടെ ഇരിക്കണമെന്നുള്ളത് ആശ്ചര്യം. പ്രയാണേ വിസ്മയ കുത എന്നുള്ള ഒരു ചോദ്യം കൂടി നിങ്ങളോട് ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുതൽ എടുത്തൊന്നാണ്. 5 മിനിറ്റ് വൈകിട്ടേ ഞാൻ കയറിയിട്ടുള്ളൂ, അത് വിചാരിക്കാം. എന്തായാലും സംഘർഷണമൂർത്തിയാണ് ഇന്നത്തെ ഈ ഉപാഖ്യാനത്തിലെ മുഖ്യ ഉപാസനമൂർത്തി. സംഘർഷണമൂർത്തി എന്ന് പറഞ്ഞാൽ 1000 തലയാണ്, 2000 നാവാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്നെ രക്ഷിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹത്തിന്റെ വാക്കുകൾ ഇത്രയും കിട്ടിയതായിരിക്കാം എന്ന് ധരിക്കണു. നിങ്ങൾക്കും കുറേയൊക്കെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റി എന്നുള്ള കൃതാർത്ഥതയോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകളൊക്കെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.